നമസ്കാരം. സംഘപരിവാറിന്റെ ആക്രമണം കനത്തതോടെ എമ്പുരാൻ സിനിമയിൽ 17 മാറ്റങ്ങൾ വരുത്താൻ അണിയറക്കാർ. ഗുജറാത്ത് കലാപം സൂചിപ്പിക്കുന്ന സീനുകൾ എഡിറ്റ് ചെയ്യും. മുഖ്യ കലാപകാരികളിൽ ഒരാളായ ബാബു ബജ്രംഗിയുടെ പേരിനോട് സാദൃശ്യമുള്ള വില്ലന്റെ പേര് മാറ്റും. മാറ്റങ്ങളോടെയുള്ള സിനിമ 2 ദിവസത്തിനകം സ്ക്രീനുകളിലെത്തും. കേരളത്തിലെ പരിവാർ നേതാക്കൾ മുതൽ ഓർഗനൈസർ വരെ ഡീഗ്രേഡിംഗ് ക്യാമ്പയിനുകളുമായി രംഗത്തെത്തിയതോടെ അണിയറ പ്രവർത്തകർ സമ്മർദ്ദത്തിലാകുകയായിരുന്നു. പൃഥ്വിരാജിനും മോഹൻലാലിനുമെതിരെ കടുത്ത വ്യക്തിഹത്യയും ഭീഷണികളുമാണ് സോഷ്യൽ മീഡിയ നിറയെ. വർഗീയ ആക്രമണം നേരിട്ടതിനെ തുടർന്ന് ഒരു സിനിമ ഇങ്ങനെ വെട്ടേണ്ടി വരുന്നത് ചരിത്രത്തിലാദ്യമാണ്. എമ്പുരാന് നേരെ നടന്ന ഫാസിസം ചെറുക്കാൻ പ്രബുദ്ധ കേരളം പരാജയപ്പെട്ടോ? ഈ ചർച്ചയിൽ ശ്രീ ആർ വി ബാബു, ഹിന്ദു ഐക്യവേദി, ശ്രീ രാഹുൽ ഈശ്വർ, നിരീക്ഷകൻ ശ്രീ പ്രമോദ് പുഴങ്കര, അഭിഭാഷകൻ ശ്രീ PM ആർഷോ, CPM എന്നിവർ. ആദ്യം ശ്രീ ആർ വി ബാബു, ഒരു സിനിമയല്ലേ, ഒരു സിനിമയെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അല്ല, ഒരു സിനിമയല്ലേ, ഒരു സിനിമയെ എന്തിനാണ് കേരള സ്റ്റോറി വന്നപ്പോൾ പേടിച്ചത്? അത് സിനിമയായിരുന്നില്ലേ? അതിന്റെ കേരള സ്റ്റോറി കേരള സ്റ്റോറിക്കെതിരെ വലിയ തോതിലുള്ള വിവാദങ്ങളും ചർച്ചകളും സംഘടിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ അന്ന് ഈ സിനിമ നിരോധിക്കണം, സിനിമ കേരളത്തിൽ കളിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് ഇത് സിനിമയല്ലേ എന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കുന്നത്. എന്താണ് ഞങ്ങളിവിടെ ഈ സിനിമ വന്ന സമയത്ത്, ഈ സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസം ഞാൻ ഒരു പ്രതികരണവും നടത്തിയില്ല. കാരണം സിനിമ കണ്ടിട്ട് പ്രതികരിക്കണം എന്ന് വിചാരിച്ച ഒരാളാണ്. അതുകൊണ്ട് അന്ന് രാത്രി നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ്. അന്ന് രാത്രി, കാരണം ഈ സിനിമയ്ക്ക് അത്രമാത്രം ഹൈപ്പ് ഉണ്ടായിരുന്നു, വലിയ പ്രതീക്ഷ. ലൂസിഫർ 2 എന്നുള്ള നിലയ്ക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സിനിമ കാണാൻ പോയത്. സിനിമ കണ്ടുവരുമ്പോഴാണ് നമുക്കറിയാം വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ ഏകപക്ഷീയമായിട്ട് കുറ്റക്കാരായിട്ടും അക്രമികളും ക്രൂരന്മാരായിട്ടുള്ള അക്രമികളായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ, ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്ന ഒരു സിനിമ, ആ സിനിമയെ എങ്ങനെയാണ് നമുക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുക? അപ്പോൾ ആ സിനിമ കാണിക്കുന്നത്, ആ സിനിമയിലൂടെ പുറപ്പെടുവിക്കുന്ന മെസ്സേജ് അല്ല, പിന്തുണയ്ക്കാൻ പറ്റില്ലെങ്കിൽ കാണാതിരുന്നാ പോരെ ശ്രീ ആർ വി ബാബു? സിനിമ ചരിത്ര വസ്തുതകളുടെ ഡോക്യുമെന്റേഷൻ അല്ലല്ലോ, ഫിക്ഷൻ ആണ്. സിനിമ എന്ന് പറയുന്നത് ഫിക്ഷൻ ആണ്. ഇപ്പോ കേരള സ്റ്റോറി വിമർശിക്കപ്പെട്ടില്ലെന്ന്, കേരള സ്റ്റോറി വിമർശിക്കപ്പെട്ടത് പ്രൊപ്പഗാൻഡ ആയതുകൊണ്ട്. പക്ഷെ കേരള സ്റ്റോറിക്ക് പിന്നീട് ഒന്നും എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നില്ല. കേരള സ്റ്റോറി ഈ പറഞ്ഞ വിമർശനം കൊണ്ട് എവിടെയും പ്രദർശനം മതിയാക്കേണ്ടി വന്നിട്ടില്ല. കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിട്ടിട്ടില്ല. കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർക്ക് നേരെ ഒരു ഏജൻസിയും പോയിട്ടില്ല. അല്ല, ഇവിടെ ആർക്കെതിരെയാണ്, ഏത് ഏജൻസിയാ പോയത്? അല്ല, പോകുന്നാണല്ലോ പറയുന്നത്. ഇവിടെ ഏത് തരത്തിലുള്ള അക്രമമാണ് നടത്തിയത്? അല്ല, പോകുന്നത് പോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും സംഘടന ഔദ്യോഗികമായിട്ട് ഈ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ സിനിമ ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടോ? ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ അത്ര കണ്ട് കേരളത്തിൽ ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ഉണ്ടായ അഭിലാഷേ, നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണ്. ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള വായനയിലൂടെ നിങ്ങൾക്ക് ഈ പ്രതിഷേധം അത്രമാത്രം, ഒരു സിനിമയ്ക്കെതിരെ ഇത്രയും ശക്തമായ പ്രതിഷേധം ഉയർന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും ശക്തമായ പ്രതിഷേധം എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ പ്രതിഷേധം ഉണ്ടായത്? ഏതൊക്കെ തരത്തിലുള്ള വളച്ചൊടിച്ചുകൊണ്ട് ഇടുക്കി ഡാമിന് ബോംബ് വെച്ച് തകർക്കും എന്ന് പറയിപ്പിക്കുന്നു. ആരെക്കൊണ്ടാ പറയിപ്പിക്കുന്നത്? കേരളത്തിലെ ഒരു ഹിന്ദു, അതായത് കേരളം പിടിച്ചടക്കാൻ വരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ നേതാവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇടുക്കി ഡാം ബോംബ് പൊട്ടിച്ചു കേരളത്തെ ഇല്ലാതാക്കും ഞങ്ങൾ എന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ ഏതറ്റം വരെ പോയി ഈ സിനിമ? ഏതറ്റം വരെ പോയി? എന്നിട്ട് നിങ്ങൾ ഇതിനൊക്കെ നോക്കൂ ശ്രീ ആർ വി ബാബു, ഛാവ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയിട്ട് നാട്ടിൽ വർഗീയ കലാപം വരെ നടന്നു. വർഗീയ കലാപം ഉണ്ടായി. ആ സിനിമയ്ക്ക് നികുതി ഇളവ് നൽകുകയും നിങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങൾ മന്ത്രിസഭാ അംഗങ്ങൾ പോലും ആ സിനിമയ്ക്ക് വേണ്ടി കാണാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോപ്പഗാൻഡ ആണെങ്കിൽ ഓക്കെ, ഞങ്ങളുടെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെട്ടേണ്ടി വരും. ഈ അവസ്ഥയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമല്ലേ സാർ? 19(1)A എന്ന് പറയുന്ന ഭരണഘടനാ പ്രൊവിഷൻ പൃഥ്വിരാജിനും മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും മുരളി ഗോപിക്കും ഒക്കെ ഉണ്ടല്ലോ. ചാവയും കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ചരിത്രത്തോടും ആനുകാലിക സംഭവങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണ്. ചരിത്രത്തിൽ നിഷേധിക്കപ്പെടുന്ന ഒരു സംഭവവും ചാവയിൽ ചൂണ്ടിക്കാണിക്കാനില്ല. ചാവ കണ്ട ആളാണ് ഞാൻ ചാവ കണ്ട ഒരാളാ. ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചാവ ഏത് നോവലിനെ ആസ്പദമാക്കിയാണെന്ന് അറിയോ അഭിലാഷ്? അതിനു മുൻപ് സപ്പോർട്ട് ചെയ്യുന്ന സാവന്തിന്റെ നോവലായാലും സിനിമയായാലും നിങ്ങൾക്കൊക്കെ
ഒരു ഞാൻ കൗണ്ടർ പറയട്ടെ, നറേറ്റീവ് അപ്പോ കൊണ്ടുവരുന്ന നിങ്ങൾക്ക് സിനിമയോട് ഈ പ്രശ്നം ഇതാണ് ഞാൻ അല്ല, ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ- അല്ലാതെ ഓരോ സിനിമയുടെയും ക്വാളിറ്റേറ്റീവ് അനാലിസിസ് അല്ല ഈ ചർച്ച. ഛാവ എന്ന് പറയുന്ന സിനിമയെ തുടർന്ന് നാഗ്പൂരിൽ RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ല, ഇരിക്കുന്ന ഈ നാഗ്പൂരിൽ സിനിമ- വർഗീയ കലാപം ഉണ്ടായി. ഈ സിനിമ ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കാൻ അവിടെ ആളുകൾ വന്നു. അവിടെ ഖുറാനിക ഈ പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻസ് കത്തിച്ചു എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടായി, വലിയ കുഴപ്പമുണ്ടായി. എന്നിട്ട് പോലും ആ സിനിമ കളിക്കരുത്, സിനിമ നിരോധിക്കണം എന്നാരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ ആ സിനിമക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അല്ല, ആ സിനിമക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം ഔറംഗസീബിനെ ആരാധിക്കുന്നവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്നേ. ഔറംഗസീബിന് വേണ്ടി ആരൊക്കെ ശബ്ദിക്കുന്നു അവരൊക്കെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാ. കാരണം ഔറംഗസീബ് നടത്തിയിട്ടുള്ള പ്രവർത്തനം, ഔറംഗസീബിന്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇടിച്ചു തകർത്ത കാലഘട്ടമാണ്. ഹിന്ദുക്കളെ മതം മാറ്റിയ കാലഘട്ടമാണ്. അവരെ ഔറംഗസീബിനെ മഹത്വവൽക്കരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികൾ. അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരാണ് രാജ്യദ്രോഹികൾ. അപ്പോൾ ഒരു സർക്കാരും അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ പറ്റില്ല, അവർക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ നിങ്ങൾക്ക് അനുകൂലമായ നറേറ്റീവ് ആണെങ്കിൽ അതിന് കയ്യടി, അതിന് പ്രോത്സാഹനം, അതിന് ഈ പറഞ്ഞ ഈ വിനോദ നികുതിയിലെ ഇളവ്, മന്ത്രിസഭാ അംഗങ്ങളുടെ പ്രത്യേക എന്താ പറയുക പ്രത്യേക പ്രദർശനം, ഇങ്ങനെ 100,000 പ്രൊമോഷൻസ് ഉണ്ടാവും. പല സിനിമകളെയും പ്രൊമോട്ട് ചെയ്യാൻ രാജ്യത്തിന്റെ നേതാക്കൾ നേരിട്ട് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കെതിരെയുള്ള ഒരു കൗണ്ടർ നറേറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനോട് ഈ സമീപനം, ആ ഇരട്ടത്തപ്പാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? അതാണ്. അപ്പൊ ഞങ്ങൾ ഒരു മജോറിറ്റേറിയൻ റിപ്പബ്ലിക്കിൽ ജനാധിപത്യമൊന്നും ഇല്ലാതെ ഭരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ മതി. ശ്രീ PM ഷോ, എന്തുകൊണ്ട് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു സിനിമ ഇറങ്ങി അതിനെതിരെ ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായി? കേരളം പോലുള്ള സംസ്ഥാനം, കേരളം എന്താ അങ്ങനെ ഒരു സിനിമയ്ക്ക് ഈ സമ്മർദ്ദത്തിന് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ ആളറിഞ്ഞ് കളിക്കടാ. അതെ, അതന്നെയാണ് പറഞ്ഞു വരുന്നത്. ഞാൻ വരാനിലേക്ക് ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി മുഴക്കിയവര്. അതെ, അത് അല്ലല്ല, ഇതും കൂടി ചേർത്തോട്ടെ, ഇതും കൂടി പറഞ്ഞോട്ടെ. ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് ഞങ്ങളല്ല. ആണോ? ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് ഞങ്ങളല്ല. ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള തരത്തിൽ പോയി കളിക്കടാ എന്നാണ്. ഇതൊക്കെ ഞങ്ങളോടാണ് പറയുന്നത്. ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് അഭിലാഷേ ആരാണ്? ഞങ്ങളല്ല, ഞങ്ങളൊരു ഭീഷണി ഉയർത്തിയിട്ടില്ല. ഇപ്പൊ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു വംശഹത്യ ഞങ്ങളാണ് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് ആരാ? ആളറിഞ്ഞ് കളിക്കടാ എന്ന് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ പൃഥ്വിരാജിന്റെ കരിയറിനെയും കാലിബറിനെയും ചോദ്യം ചെയ്ത ആളുകളെ കുറിച്ചാണ്. ഇതെല്ലാം ഞങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? സംഘപരിവാറിനെയോ BJP അഡ്രസ് ചെയ്തിട്ട് സുപ്രിയ പറഞ്ഞു ആളറിഞ്ഞ് കളിക്കടാ. സാമാന്യ ബുദ്ധിമതി അഭിലാഷേ, ഇതാണ് ഇത് മനസ്സിലാക്കാൻ. ആരെന്ത് പറഞ്ഞാലും ഞങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ചരിത്ര സംഭവങ്ങൾ കൂടി ചേർത്ത് വെച്ച് ഈ ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറഞ്ഞ ചരിത്ര സംഭവം കലാപത്തുമായി ബന്ധപ്പെട്ട പൃഥ്വിരാജിന്റെ അദ്ദേഹത്തിന്റെ ശേഷി, അദ്ദേഹത്തിന്റെ പാഷനെ ചോദ്യം ചെയ്ത ആളുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അവരെ അഡ്രസ് ചെയ്തിട്ടാണ് സുപ്രിയ മേനോൻ ആളറിഞ്ഞ് കളിക്കടാ എന്ന് പറഞ്ഞത്. ആരെന്ത് പറഞ്ഞാലും അത് ഞങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തോടുള്ള എതിർപ്പ്. സാർ, അദ്ദേഹം പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് ഒരു കലാകാരനാണ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഈ രാജ്യത്തെ ദേശീയ ശക്തികൾക്ക് എതിരായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോ ന്യൂട്രലായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് നടന്മാരുണ്ടല്ലോ. മോഹൻലാൽ ഒരു ന്യൂട്രൽ നടനാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഒന്നും പരസ്യമായി ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഒരു നിലപാടും രാഷ്ട്രീയ നിലപാടും പരസ്യമായി പറയാത്ത ഒരാളാ. പക്ഷെ ഇദ്ദേഹം പലപ്പോഴും രാഷ്ട്രീയ നിലപാടുകൾ നടന്മാരുടെ സിനിമയൊന്നും ഓടിക്കില്ല എന്നാണോ? സുരേഷ് ഗോപി നിങ്ങളുടെ പാർട്ടിയുടെ MP അല്ലേ? സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നില്ലേ? സുരേഷ് ഗോപി BJP ആയതുകൊണ്ട് സുരേഷ് ഗോപിയുടെ സിനിമ കാണില്ല, സുരേഷ് ഗോപിയുടെ സിനിമ കൊള്ളില്ല എന്നാരെങ്കിലും പറയോ? ഇല്ലല്ലോ. സുരേഷ് ഗോപി എത്രയോ കാലമായിട്ട് BJP സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ഉണ്ടായോ? ഇല്ലല്ലോ. സുരേഷ് ഗോപിയെ എതിർക്കുന്നില്ലേ? അല്ല, അത് രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നേതാവിനെ എതിർക്കും. പൃഥ്വിരാജ് നാളെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ ചെയ്തിട്ട് നിങ്ങളുമായിട്ടൊരു രാഷ്ട്രീയ സംവാദം ഉണ്ടായി എതിർത്തോളൂ. ഒരു കലാകാരനെതിരെ എന്തിനാണ് ഈ വൈരാഗ്യം, എന്തിനാണ് ഈ വിദ്വേഷം എന്നുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ RV ബാബു, അദ്ദേഹം ഒരു കലാകാരൻ മാത്രമല്ല സാർ. ഞാൻ അങ്ങയിലേക്ക് കലാകാരൻ മാത്രമല്ല, അങ്ങനെ അദ്ദേഹം ഒരു കലാകാരൻ മാത്രമാണെന്നുള്ള നിങ്ങളുടെ വ്യാഖ്യാനം നിങ്ങൾ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ്. ഞാൻ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ശക്തമായ പ്രതിഷേധം സിനിമയ്ക്കെതിരെ നാളിതുവരെ ഉയർന്നിട്ടില്ല. അഭിലാഷ്, ശരി, ഓക്കെ, അതുകൊണ്ടാണ് വോളണ്ടറി ആയിട്ട് നിർമ്മാതാക്കൾ പറഞ്ഞത് ഇതിനെ കട്ടിങ് നടത്തണം. ശരി, ഓക്കെ. ഇവിടെ ശ്രീ PM ഷോ നോക്കൂ. കേരളം പോലെ ഒരു സമൂഹത്തിലാണ് പൃഥ്വിരാജ് ജോർദാനിൽ കുടുങ്ങിപ്പോയതുകൊണ്ട്
പൃഥ്വിരാജിനെ IS തീവ്രവാദികൾ സ്വാധീനത്തിൽ പെടുത്തിയിരിക്കാൻ തുടങ്ങി പൃഥ്വിരാജിന്റെ പിതൃത്വം വരെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ നികൃഷ്ടമായ ക്യാമ്പയിൻ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയധികം പ്രഷറിൽ, ഇത്രയധികം സമ്മർദ്ദത്തിൽ കടന്നുപോയിട്ടുള്ള കാലം കേരളത്തിൽ ഒരു കലാകാരനും ഉണ്ടായിട്ടില്ല എന്ന്. പൃഥ്വിരാജും മോഹൻലാലും ഇങ്ങനെ വേട്ടയാടപ്പെടുകയും ഒടുവിൽ അവർക്ക് 17 കട്ടിന് സമ്മതിക്കേണ്ടി വരികയും ചെയ്ത ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ ഉണ്ടായി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് എംപുരാനെ അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ച നറേറ്റീവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കേരളത്തിന് കഴിയാതെ പോയത്? അത് മലയാള സിനിമ ഇന്നോളം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു ചലച്ചിത്രം, മലയാളത്തിലെയും ഇന്ത്യയിലെയും സിനിമാ പ്രേമികളാകെ ആവേശത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചലച്ചിത്രമായിരുന്നു ലൂസിഫറിൻ്റെ 2ാം ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ള എമ്പുരാൻ. എമ്പുരാൻ ചിത്രം പുറത്തേക്ക് ഇറങ്ങുന്നു. അതിൻ്റെ ആദ്യ ദിനം മുതൽ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ RV ബാബു സൂചിപ്പിച്ചതുപോലെ വിമർശനമോ വിയോജിപ്പുകളോ അല്ല, ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങളും വിദ്വേഷ പ്രചരണവുമാണ് കഴിഞ്ഞ 2 ദിവസമായി സംഘപരിവാരത്തിൻ്റെ നേതൃത്വം മുതൽ സൈബർ അണികൾ വരെയുള്ള ആളുകൾ കേരളത്തിനകത്ത് അങ്ങേയറ്റം ഭീകരമാംവിധം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട, ഇതിനു മുൻപ് നമുക്കാർക്കും കണ്ട് പരിചിതമല്ലാത്ത രൂപങ്ങളിലൂടെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും ആ ചലച്ചിത്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. രാജ്യത്ത് നേരത്തെ അവതാരകൻ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാർ സ്പോൺസേഡ് ആയിട്ടുള്ള പ്രൊപ്പഗണ്ട ഫിലിംസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പാൻ ഇന്ത്യൻ ചലച്ചിത്രം വരുന്നത്. ആ ചലച്ചിത്രത്തിനകത്ത് ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് ഏതൊരാൾക്കും സിനിമകളുമായി ബന്ധപ്പെട്ട് വിമർശനം ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് നടന്നു വരുന്നതാണ്. ഈ സിനിമ മുന്നോട്ട് വെച്ച പ്രധാനമായും 3 കാര്യങ്ങളാണ് ഇവരെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ ചലച്ചിത്രം കണ്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്ന്, ഇതിൻ്റെ കഥാവസ്ഥ, ഇത് 20 മിനിറ്റോളം സമയം 2000-ൻ്റെ തുടക്കത്തിൽ നടന്ന ഗുജറാത്ത് കലാപത്തെ അനുസ്മരിപ്പിക്കുന്ന നിലയിലാണ് അതിൻ്റെ ആദ്യഘട്ടത്തിലെ കഥാമുഹൂർത്തം. സ്വാഭാവികമായും ഈ കഴിഞ്ഞ 2002-ലെ ഗുജറാത്ത് കലാപത്തിൻ്റെ ഘട്ടം മുതൽ ഇങ്ങോട്ട് പുറത്തു വന്നിട്ടുള്ള വിവിധങ്ങളായ വിവരണങ്ങൾ, ഞാൻ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വിവരണങ്ങളിൽ നമ്മൾ നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ വായിച്ചിട്ടുള്ളതും നമ്മൾ അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള പലതും ചലച്ചിത്രത്തിനകത്ത് ആവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്, സൂചിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒന്നാമത്തെ ഭാഗം. രണ്ടാമതായി, സംഘപരിവാർ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാടിനകത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള വിരുദ്ധതയെ സംബന്ധിച്ചുള്ള മെൻഷനിങ് അതിനകത്ത് വളരെ കൃത്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സമീപകാലത്ത് ഈ 2025 ഉൾപ്പെടെ നരേന്ദ്രമോദി അധികാരത്തിലുള്ള കാലഘട്ടത്തിൽ, അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രാജ്യത്തിനകത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിരഭിപ്രായമുള്ള മനുഷ്യരെ എങ്ങനെ വേട്ടയാടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള മെൻഷൻ കൃത്യമായി ചലച്ചിത്രത്തിനകത്തുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം എത്രമാത്രം ഇവരെ പ്രകോപിപ്പിക്കും എന്നുള്ളത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ എത്ര നികൃഷ്ടമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച പല ഘട്ടത്തിലും ഇതിനെ വളരെ ചുരുക്കി കെട്ടുന്ന നിലയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. കാരണം അതിനപ്പുറത്തേക്ക് എത്രമേൽ നികൃഷ്ടമായിട്ടാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് പിതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അങ്ങേയറ്റം അശ്ലീലം കളന്നിട്ടുള്ള പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ കഴിയാത്ത നിലയിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ഹാൻഡിലുകളുടെ ഭാഗത്തു നിന്ന്. അതേപോലെ തന്നെ ഈ പറയുന്ന ആളുകൾ പലരും ഇതിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണല്ലോ. IS ഫണ്ടിങ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലാണ് തുടങ്ങിയിട്ടുള്ള എത്രമേൽ നികൃഷ്ടമായ പ്രചരണങ്ങൾ. ഈ വിദ്വേഷ സംഘടനയുടെ ഭാരവാഹിയാണ് പൃഥ്വിരാജ്. ISISന്റെ സ്വാധീനത്തിലാണെന്ന് ആരോപിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, ഒരു സിനിമയാണെന്ന് മാത്രമല്ല 3 രാഷ്ട്രീയ പാർട്ടികളോടും സ്വാധീനമുള്ള അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. നോക്കൂ, 2019 ലൂസിഫർ ഇറങ്ങിയ സമയത്ത് അന്ന് ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതിൽ ബി ജെ പി എന്ന് തോന്നിക്കുന്ന ഒരു വിഭാഗം ഇല്ലാത്തത്, നിങ്ങൾ അവരോട് വളരെ അനുകൂലമായ സമീപനം എടുക്കുന്നത് കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ആ വിഭാഗം ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലുള്ള നിർണായക സ്വാധീനമല്ല, എന്തെങ്കിലും നിർണായക സ്വാധീനമാകുന്ന ഘട്ടത്തിൽ അവരോട് സാദൃശ്യം തോന്നുന്ന ഘടകങ്ങളും എൻ്റെ സിനിമയിൽ ഉണ്ടാവും, ഇനിയും ഇതിന് മറ്റു ഭാഗങ്ങൾ വരാനുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമായി സാമ്യമോ ചരിത്ര വസ്തുതകളോടുള്ള സാമ്യമോ ഒക്കെ പൊളിറ്റിക്കൽ സിനിമകളിൽ സ്വാഭാവികമായും വരുന്ന ഒരു കാര്യമാണ്. അതിന്റെ പേരിൽ ഒരു സിനിമ ചരിത്രത്തിലില്ലാത്ത വണ്ണമുള്ള വേട്ട നേരിടുന്നതിനെ എങ്ങനെ കാണണം? ശ്രീ അഭിലാഷ്, 3 കാര്യങ്ങൾ. ഒന്ന്, സിനിമ നമ്മൾ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സിനിമ മാത്രമാണ് എന്നുള്ളത് വെറുതെ കള്ളം പറയുകയാണ്. സിനിമയാണ്, അതോടൊപ്പം ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. നമുക്കെല്ലാം അറിയാലോ, എന്തിനാ മറച്ചു വെക്കുന്നത്?
ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ആരാന്ന് പോലും നമുക്ക് അറിയില്ലേ? ശ്രീ സുരാജ് വെഞ്ഞാറമൂടിന്റെ സജനചന്ദ്രൻ ശ്രീ കെ സുരേന്ദ്രനാണ്. മേടയിൽ രാജൻ വലിയൊരു അളവ് വരെ ശ്രീ നമ്മുടെ പിണറായി വിജയൻ അവരുടെ റെപ്രസെന്റേഷൻ ആണ്. ഈ രീതിയിൽ കോൺഗ്രസിന്റെയും അടക്കമുള്ള വ്യത്യസ്ത നേതാക്കൾ ആരാന്ന് നമുക്ക് അറിയില്ലേ? എന്തിനായി കള്ളം പറയണേ? അപ്പൊ അതല്ല സത്യം. ഇനി രണ്ടാമത്തെ പോയിന്റ്, കേരള സ്റ്റോറി, കാശ്മീർ ഫയൽസ്, ചാവ, ഇതൊക്കെ BJP അനുകൂല സിനിമകളാണ്. അതായത് BJPയുടെ നെറേറ്റീവും ലോകവീക്ഷണവും വലുതാക്കി കാണിച്ചുകൊണ്ട് BJPയെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമകളാണ്. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ എമ്പുരാൻ BJP വിരുദ്ധ സിനിമയാണ്. ഇത് സത്യസന്ധമായി നമ്മൾ തുറന്നു പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് കേരള സ്റ്റോറീസ് എന്ന് പറയുന്നത് കേരളത്തിലെ 3 പെൺകുട്ടികൾക്ക് സംഭവിച്ചത് 32,000 പെൺകുട്ടികൾക്ക് സംഭവിച്ചു എന്ന് കള്ളം പറഞ്ഞു അതിശയോക്തി കലർത്തിയുള്ള ഒരു സിനിമയാണ്. സിമിലർലി എനിക്ക് എമ്പുരാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഞാൻ ഒന്നുകൂടെ കാണും. എമ്പുരാനിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. കേരള സിനിമയെ ലോക നിലവാരത്തേക്ക് വരുത്തുന്നു. പക്ഷേ 2-3 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യായിരുന്നു. നേരത്തെ ശ്രീ ബാബുജി കറക്റ്റായിട്ട് പറഞ്ഞതുപോലെ ഇടുക്കി ഡാം അല്ലെങ്കിൽ നമ്മുടെ ഡാം ബോംബ് വെച്ച് തകർക്കും എന്നൊക്കെ പറയുന്നത് ഒരു ഇറ്റ് ഇസ് ടു മച്ച്. അപ്പൊ അതൊരു ബാലൻസ് ഇല്ലാതെ പറഞ്ഞാണ്. രണ്ട്, ശ്രീ കെ സുരേന്ദ്രനെതിരെ സുരേന്ദ്രനും മണിക്കൂറിനും സംസാരിക്കുമ്പോൾ അണ്ണ തുടങ്ങുന്ന ഒരു പ്രയോഗമുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം പ്രയോഗങ്ങളൊക്കെ കട്ട് ചെയ്യണം. കാര്യം ശരിക്കും ജീവിച്ചിരിക്കുന്ന ഒരാളല്ലേ, ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പൊ സിനിമയാണെന്ന കള്ളം നമ്മൾ പറയാതിരിക്കുക. ഇനി ഒരു വരി കൂടി, എനിക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. സെൻസർ ബോർഡ് ഫ്ലാഗിന്റെ നമ്മുടെ ഇന്ത്യൻ പതാകയുടെ ഒരു പ്രസ്താവന സെൻസർ ചെയ്യണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അത് കാവി ഹിന്ദുക്കളെയും വെള്ള ക്രിസ്ത്യാനികളെയും പച്ച മുസ്ലിങ്ങളെയും പ്രതിദാനം ചെയ്യുന്നു എന്നും വില്ലനായ ബാബ ബജറംഗി എനിക്ക് പച്ചയെ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഡയലോഗിനിടയ്ക്കുള്ള 10 സെക്കൻഡാണ് കട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പൊ ഇത് റിയൽ ലൈഫ് പൊളിറ്റിക്സിന്റെ റിഫ്ലക്ഷൻ ആണ്. ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ വീണ്ടും കാണും. പക്ഷേ ഈ സിനിമയെ ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ രാജ്യം ഭരിക്കുന്ന കക്ഷിയോട് സാദൃശ്യം തോന്നുന്ന അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇപ്പോ കാരണഭൂതൻ തിരുവാതിര അടക്കം പരാമർശ വിധേയമായിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പോ ഡാം ബോംബ് വെച്ച് തകർക്കുന്ന കാര്യം പറഞ്ഞു. കേരളത്തിലെ ഒരു മന്ത്രിയോട് സാദൃശ്യമുള്ള കഥാപാത്രം അല്ലെങ്കിൽ ആ മന്ത്രിയെ പോലെ തോന്നിക്കുന്ന കഥാപാത്രം സ്വന്തം പാർട്ടിക്കാരനായ വിമതനെ ഡാമിൽ എറിഞ്ഞ് മീനുകൾ തിന്നോട്ടെ ഇവനെ എന്ന് പറയുന്ന സീൻ കണ്ടിട്ട് കൈയടിച്ച് കോരിത്തെരിച്ചിട്ടുണ്ടല്ലോ മലയാളികൾ. അന്നൊന്നും ആരും തിയേറ്റർ കത്തിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ലല്ലോ, ഇത് പിൻവലിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ ഏതൊക്കെ സിനിമകളിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? അങ്ങനെയല്ല, ആരും ഇതിൽ തിയേറ്റർ കത്തിക്കാനൊന്നും പോയില്ല. പക്ഷേ BJP RSSന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളെ ബഹുമാനത്തോടെ കാണണം. കാര്യം പ്രത്യേകിച്ച് ലാലേട്ടൻ കുറെ കൂടെ സംഘത്തോട് ക്ലോസ് ആയ അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ വലിയൊരു രീതിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായി. കാര്യം പൊതുവെ തമാശ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ അല്ല രാഹുൽ ഈശ്വര, ഇപ്പൊ എക്സ് ലാലേട്ടൻ അല്ല, ഇനി ചില ആൾക്കാർ എനിക്ക് ലാലേട്ടൻ ദൈവമാണ് അതുവരെ ലാലേട്ടൻ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. അതൊന്നും ശരിയല്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ലാലേട്ടൻ എത്രയോ കമ്മ്യൂണിസ്റ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ലാലേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ? ലാലേട്ടൻ അടക്കം ഒരു സോഫ്റ്റ് ഹിന്ദു ലൈൻ എടുക്കുന്ന വ്യക്തിയിൽ നിന്ന് പെട്ടെന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. ലാലേട്ടൻ പൂർണ്ണമായിട്ട് സിനിമ പോലും കണ്ടില്ല. ഞാൻ ലാലേട്ടനുമായി ബന്ധമുള്ളവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്നലെയാണ് അല്ലെങ്കിൽ ആദ്യ ദിവസമാണ് സിനിമ പൂർണ്ണമായിട്ട് കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയൊരു രീതിയിൽ വിമർശനം വന്നു. അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു വിൻ ആണ്. 17 കട്ടുകൾ സ്വന്തമായി ചെയ്യാമെന്ന് പറയുകയും ശ്രീ സുരേഷ് കുമാർ അടക്കം ശ്രീ സുരേഷ് കുമാർജി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നും 17 കെട്ടുകൾ സ്വന്തമായി ചെയ്യാമെന്നും തീരുമാനിച്ചത് പൃഥ്വിരാജിന് ഒരു വിജയമാണ്. അതേപോലെ BJP RSSന്റെ അണികളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഫേസ് സേവറും വിജയവുമാണ്. കാര്യം ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതും അക്കോമഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ നമ്മൾ ഉപയോഗിച്ചുകൂടാത്ത ഒരേ ഒരു വാദഗതി ഇത് സിനിമ മാത്രമാണെന്നാണ്. അങ്ങനെയല്ല, ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. അതിന് വലിയൊരു ധൈര്യം പൃഥ്വിരാജ് കാണിച്ചിട്ടുണ്ട്. NIAയുടെ ദുരുപയോഗം, EDയുടെ ദുരുപയോഗം, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പക്ഷെ ചില വാക്കുകൾ, ബോംബ് പോലുള്ള കാര്യങ്ങൾ, അത് കുറച്ച് കൂടിപ്പോയി. ബാലൻസ് പൃഥ്വിരാജ് കുറെ കൂടെ പിടിക്കണമായിരുന്നു. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൂസിഫർ കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിരുന്നു. പക്ഷേ എമ്പുരാൻ സ്ട്രോങ് ആക്കുന്നതിന്റെ ഭാഗമായി ആ ബാലൻസ് ചെറുതായിട്ട് അമിതമായി ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പച്ച പരമാർത്ഥം, എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥം. ശരി, ശ്രീ പ്രമോദ് പുഴങ്കര, സിനിമകളെ കുറിച്ചുള്ള എതിരഭിപ്രായങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ പറയുന്നത് യഥാർത്ഥ ചരിത്രമല്ല എന്നൊക്കെ ആളുകൾ വാദിച്ചിട്ടുണ്ട്. സിനിമകൾ അങ്ങനെ യഥാർത്ഥ ചരിത്രം പറയണമെന്ന് നിർബന്ധവുമില്ല. പക്ഷേ സമ്മർദ്ദത്തിന് വഴങ്ങി ഇറങ്ങിയ ഒരു സിനിമയിൽ എഡിറ്റുകൾ വരുത്താം, ചില വാക്കുകൾ മ്യൂട്ട് ചെയ്യാം, ചില സീനുകൾ ഒഴിവാക്കാം എന്ന് തീരുമാനിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ സംഘപരിവാറിന് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ സിനിമ ഇറക്കാൻ പറ്റില്ല, നോവൽ എഴുതാൻ പറ്റില്ല, പ്രസംഗിക്കാൻ പറ്റില്ല എന്ന നിലയിലേക്ക് കേരളവും വന്നു കഴിഞ്ഞോ? കേരളം മാത്രമല്ല, ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും അതെങ്ങനെയാണ് അതിനാവശ്യമുള്ള സമയത്ത് സംഘപരിവാറും മോദി സർക്കാരും കൃത്യമായി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി വെളിവാവുകയാണ്. എങ്ങനെയാണ് ഈ രാജ്യത്തെ സർക്കാർ എന്ന് പറയുന്നത് ഒരു എലക്റ്റഡ് ഓട്ടോക്രസിയിൽ നിന്നും വളരെ കൃത്യമായി ഫാഷിസ്റ്റ് സ്വഭാവം മാത്രമല്ല, എങ്ങനെയാണ് ഫാഷിസ്റ്റ് ഭരണകൂടത്തിൻ്റെ എല്ലാവിധ കൈപ്പുസ്തകങ്ങളിലെ എല്ലാവിധ പ്രയോഗങ്ങളും ഒന്നൊന്നായി എടുത്ത് പ്രയോഗിക്കുന്ന ഒരു ഫാഷിസ്റ്റ് സർക്കാർ
ഉണ്ടാകുന്നത് എന്നും ഈ രാജ്യത്ത് ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നും കാണിക്കുന്നതാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളും അതിനുശേഷം അതിൽ സർക്കാർ നേരിട്ട് പറയാതെ തന്നെ 17 കട്ടുകളോടെ ആ സിനിമ ഞങ്ങൾ വീണ്ടും ഒരു സെൽഫ് റീസെൻസറിങ് നടത്തിയിട്ട് അത് കാണിക്കാമെന്നുള്ള നിർമ്മാതാക്കളുടെ ഭാഗമുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് വളരെയധികം പണമിറക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും നമുക്ക് ഞാനത് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. പണത്തിന് കീഴെയുള്ള രാഷ്ട്രീയമൊക്കെ ഈ സിനിമാ നിർമ്മാതാക്കൾക്കും പലപ്പോഴും ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതൊരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്ന, ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന ഭരണഘടനാദത്തമായ പൗരാവകാശങ്ങളിലൊന്നായ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ ആക്രമണത്തിലൂടെ നടക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ഭരണകൂടം നേരിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അത് റീസെൻസറിങ്ങിന് വിധേയമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോവാം. നിങ്ങൾക്ക് കോടതിയെ സമീപിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ സ്റ്റേറ്റ് നടത്തുന്ന ഒരു വയലേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് റിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ഒരു പക്ഷേ അനുകൂല വിധി കിട്ടിയേക്കാം. പക്ഷേ ഇതങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇത് ഒരു ആൾക്കൂട്ട ആക്രമണം നടത്തുകയും മറ്റൊരു തരത്തിലുള്ള ഒരു സമ്മർദ്ദമുണ്ടാക്കുകയും പൊതുസമൂഹത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഭീതിതമായ ഒരു അന്തരീക്ഷം അതിനുണ്ടാക്കുകയും നിങ്ങളുടെ പണം ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന്, അതിനെതിരെയുള്ള ബഹിഷ്കരണം ഉണ്ടാകും എന്നൊക്കെ തരത്തിലുള്ള പലതരം അദൃശ്യമായ ഒരു ഭരണകൂട സമ്മർദ്ദവും ഉണ്ടായിരിക്കില്ലേ? കാരണം നോക്കൂ, അന്വേഷണ ഏജൻസികൾ വരും നിങ്ങളുടെ വീട്ടുപടിക്കൽ എന്ന് പലരും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ടായിരുന്നു. അതൊരു കാര്യമായ മുന്നറിയിപ്പാണ്. നോക്കൂ, ഗുജറാത്ത് സംഭവം ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ഗുജറാത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിന് BBC-ക്ക് ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ ഉദാഹരണമാണ്. അപ്പോൾ ഗുജറാത്തിലേക്ക് ക്യാമറ തിരിച്ച ഓരോ ആളുകളും അതിന്റെ ഗ്രഡ്ജ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ ചരിത്രമാണ്. അതുകൊണ്ട് പ്രതികാര നടപടി ഭയപ്പെട്ടിട്ടുണ്ട്. അത് ഈ ആൾക്കൂട്ടത്തിന്റെ ആവേശം, ആൾക്കൂട്ടം സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് എന്നുള്ളതിനപ്പുറത്ത് ഭരണകൂടത്തെയും കീഴ്വഴങ്ങിക്കൊണ്ടുള്ള ഒരു തീരുമാനമല്ലേ അതിന്റെ അണിയറ പ്രവർത്തകർ എടുത്തിട്ടുണ്ടാവുക? തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഭരണകൂടത്തിൻ്റെ സ്ട്രീറ്റ് തഗ്സാണ് ഈ കാണുന്ന ആളുകൾ. ഭരണകൂടത്തിൻ്റെ കൃത്യമായ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തെരുവ് ഗുണ്ടായിസ, ഒരു കൃത്യമായ സംഘടിത രൂപമുള്ള സ്ട്രീറ്റ് തഗ്സ് എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗമാണിത്. നാസികളുടെയും ഫാഷിസ്റ്റുകളുടെയും ഒക്കെ ഒരു സ്വഭാവമാണത്. അത് ഭരണകൂടത്തിൻ്റെ കയ്യൊപ്പോടു കൂടിയാണ് അത് വരുന്നത്. നിങ്ങൾ ഇതനുസരിച്ചില്ലെങ്കിൽ ഇതിന് പിന്നാലെ കൃത്യമായ രീതിയിൽ ഭരണകൂടം ഇടപെടുമെന്നും നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന BBC ഡോക്യുമെന്ററിയെ ബാൻ ചെയ്യുക എന്ന് പറയുന്നത് അത്തരത്തിൽ എങ്ങനെയാണ് BBC ഇതാക്കിയത്? ഇൻകം ടാക്സ് റെയ്ഡാണ് BBC-യിൽ നടത്തിയത് അല്ലേ? ഇതുപോലെയാണ് നിങ്ങൾ ഭരണകൂടത്തിനെതിരെ, മോദിക്കെതിരെ, അമിത്ഷാക്കെതിരെ, RSS-നെതിരെ, സംഘപരിവാറിനെതിരെ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഈ രാജ്യത്തെ എല്ലാവിധ അന്വേഷണ ഏജൻസികളും വരും. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് മുതൽ നിങ്ങളുടെ വീടിൻ്റെ അടിയാധാരം വരെ പരിശോധിപ്പിക്കപ്പെടും. നിങ്ങൾ ഭരണകൂടത്തിൻ്റെ വേട്ടക്കിരയാകുമെന്നുള്ള ഒരു ഭയം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്, അതാണ് നമ്മൾ കാണേണ്ടത്. നേരിട്ടുള്ള ഒരു ആക്രമണമല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ഭീതി വിതയ്ക്കുന്നതിലൂടെ നിങ്ങൾ സ്വയം ഒരു സെൻസറിങ് നടത്താൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അതാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത്. നോക്കൂ, എങ്ങനെയാണ് ഗുജറാത്ത് കലാപത്തിലേക്ക് ഈ പറഞ്ഞ പോലെ ക്യാമറയോ അല്ലെങ്കിൽ പേനയോ അല്ലെങ്കിൽ കണ്ണുകളോ തിരിച്ച ഓരോന്നിനെയും മോദി ഭയപ്പെടുന്നത്, BJP-യും RSS-ഉം ഭയപ്പെടുന്നത്. സംഘപരിവാറിൻ്റെ, RSS-ന്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ കാർമ്മികത്വത്തിൽ നടന്ന ഒരു പരിപാടിയാണ് ഗുജറാത്തിലെ വംശഹത്യ, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത്. ഗോധ്രയിലെ തീവണ്ടി പറഞ്ഞുകൊണ്ട് നിങ്ങളവിടെ നിൽക്കും. അനാവശ്യം, നിങ്ങൾക്ക് അനാവശ്യമായത് ഞാൻ പറഞ്ഞു തീർന്നാൽ നിങ്ങൾക്ക് ഇനി അത് കോടതിയുടെ തീരുമാനം വന്നാൽ നാട്ടുകാർ മിണ്ടാതിരിക്കണം. കോടതി വിധി അവിടെ നിൽക്കട്ടെ. ജഡ്ജിമാർക്ക് കീഴിലല്ല, കോടതിയല്ല ഈ രാജ്യത്തെ അവസാന വാക്ക്. ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അവസാന വാക്ക് ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതായത് ഗുജറാത്ത് കലാപത്തിൽ അമിത്ഷായും അത്
ഞാൻ മിണ്ടിയതിന് ശേഷമൊക്കെ നിങ്ങൾ മിണ്ടിക്കോ. അതായത് ഗുജറാത്ത് കലാപത്തിന്റെ കാർമ്മികത്വം എന്ന് പറയുന്ന അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെയും RSSന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ നടന്ന ഈ കലാപത്തിൽ വിലക്കാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. ഗുജറാത്തിൽ ഒരു കലാപം പറയണോ? ആവശ്യപ്പെടുന്നില്ല. നമ്മള് ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ. രാഹുൽ ഈശ്വർ, ആർവി ബാബു, എന്താണ് അടൽ ബിഹാരി വാജ്പേയി ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട്? 2002 BJPയുടെ നാഷണൽ ഒരുപാട് ചരിത്രമുണ്ടല്ലോ. ഞാനതിന്റെ ഗുജറാത്ത് കലാപത്തിന്റെ ഓരോരോ വശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. നമ്മുടെ വിഷയം മാറിപ്പോകുന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞിട്ടേ പറഞ്ഞു തീർക്കട്ടെ അഭിലാഷേ. അത് പറഞ്ഞു തീർക്കട്ടെ അഭിലാഷേ. പറയൂ. ധാർമ്മികത അത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ അതായത് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അതാണല്ലോ ഇന്ത്യ ദ മോദി ക്വസ്റ്റനിൽ BBC-ക്കെതിരെ നീങ്ങിയത്. ഈ വിധി വന്നതിന് ശേഷമാണല്ലോ BBC ഡോക്യുമെന്ററി പുറത്തു വന്നത്. വിധിയുടെ പ്രശ്നമല്ല, മോദിയെ കുറ്റവിമുക്തനാക്കിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായ രാഘവനെ, മുൻ CBI ഡയറക്ടർ അടക്കമായ രാഘവനെ സൈപ്രസിൽ അംബാസിഡർ ആക്കിയിട്ടാണ് മോദി അയാളെ അയാൾക്ക് പാരിതോഷികം കൊടുത്ത്. ഇതുപോലെ ഓരോന്നും നമുക്ക് കാണാൻ കഴിയും. ഭരണകൂടം ഇരകളുടെ നിങ്ങളവിടെ ശേഷം കോടതിയല്ല ജനങ്ങളാണെന്ന്. ഭരണഘടനാ സ്ഥാപനങ്ങളോടും അത്ര ബഹുമാനമുണ്ടെങ്കിൽ ഭരണഘടനാദത്തമായ ആവിഷ്കാര സ്വാതന്ത്ര്യം ഭരണഘടനാദത്തമായ ആവിഷ്കാര സ്വാതന്ത്ര്യം എമ്പുരാന്റെ മേക്കേഴ്സിന് കൊടുക്കില്ല എന്ന് ഭാഷണിക്കരുത്. അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് ഇതെല്ലാവരും കൂടി പറയുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുമോ ജനം? അതൊക്കെ ശരി, ഓക്കെ. എന്തിനാണ് വ്യാജ പ്രചരണങ്ങൾ മാത്രമാണ്. പച്ചക്കള്ളം TV-യിൽ ഇരുന്ന് പറയുകയാണ്. പ്രധാനമന്ത്രിക്കെതിരെ പച്ചക്കള്ളങ്ങളായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റാണ്. എമ്പുരാനിൽ പോലും പ്രധാനമന്ത്രിക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും കാർമ്മികത്വത്തിൽ അവരുടെ പിന്തുണയോടുകൂടി നടന്ന വംശഹത്യയാണ് ഗുജറാത്തിൽ നടന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് ജനസൈഡിന്റെ പേരിൽ കുറ്റവാളികളാക്കപ്പെടേണ്ടവരാണ് സംഘപരിവാറിന്റെ നേതൃത്വവും. നരേന്ദ്രമോദിയിൽ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന രാഷ്ട്രീയം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ശരി, ഓക്കെ, അത് കഴിഞ്ഞു. അത് തന്നെയാണ് കൃത്യമായി പറയുന്നത്. അത് പറയുന്ന കലാസൃഷ്ടികൾക്കെതിരെയാണ് നിങ്ങൾ ഉറഞ്ഞുതുള്ളുന്നത്. ശ്രീ ആർവി ബാബു, ഇവിടെ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? 3 രാഷ്ട്രീയ പാർട്ടികളെയും ഈ സിനിമയിൽ ഒരർത്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ടല്ലോ. അവരോട് സാദൃശ്യം തോന്നുന്ന കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ പിണറായി വിജയനോട് സാദൃശ്യം തോന്നിക്കാവുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പോൾ അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്താണ്? ഇപ്പോൾ ഗുജറാത്തുമായി ബന്ധപ്പെടുന്ന ഓർമ്മകൾ ഉണർത്തുന്ന, ജനങ്ങൾ അത് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവാൻ പാടില്ലെന്നാണോ? ഗുജറാത്ത് കലാപത്തിൽ നേരിട്ട് പരാമർശിക്കുന്ന എത്രയോ കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. കടമനിട്ട രാമകൃഷ്ണന്റെ ക്യാ എന്നൊരു കവിതയുണ്ട്. പർസാനിയ എന്ന് പറയുന്ന സിനിമ IFFKയിൽ ഒരു പ്രധാനപ്പെട്ട സ്ക്രീനിങ്ങിലാണ് ഞാൻ കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും പർസാനിയ ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് കണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കലാസൃഷ്ടികൾ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇത്രയധികം വേദന? ഞാൻ അതിലേക്കൊന്ന് വരാം. അതിന് മുൻപായിട്ട് ശ്രീ പ്രമോദ് പറഞ്ഞത് അക്ഷരം പ്രതി കള്ളമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം. കള്ളം പറയുന്നു അദ്ദേഹം. ഇപ്പോൾ എന്താ പറയുന്നത്? ഭരണഘടന അതായത് കോടതിയല്ല അന്തിമം, ജനങ്ങളാണ്. ആ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ 3 വട്ടം നരേന്ദ്രമോദിയെ? ആ ജനങ്ങളല്ലേ ഗുജറാത്തിലെ സർക്കാർ, BJP സർക്കാരിനെ തുടർച്ചയായി ആ ജനങ്ങളല്ലേ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇപ്പോൾ ഭരണഘടനയും കോടതിയും ആവിഷ്കാര സ്വാതന്ത്ര്യവും എന്താ ഈ സിനിമയെ വിമർശിച്ചുകൂടെ? സിനിമ വിമർശനത്തിന് അതീതമാണോ? അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമല്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ എന്ന് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഈ സിനിമ കൃത്യമായിട്ട് രാഷ്ട്രീയം പറയുന്നു. ആ രാഷ്ട്രീയം പറയുന്നത് ആർക്കെതിരായിട്ടാണോ അവർ
തിരിച്ച് സിനിമയ്ക്കെതിരെ ഉള്ള രാഷ്ട്രീയ ദുരുദ്ദേശം ഈ സിനിമ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി എടുത്തതാണ് എന്ന് തിരിച്ചു പറയുന്നു. ഞങ്ങൾക്ക് പറയാം, ഞങ്ങളെ പറയാൻ പാടില്ല എന്നുള്ളത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യായീകരിക്കുന്നത്? ഞങ്ങൾക്ക് പറയാം, ഞങ്ങളെ പറയാൻ പാടില്ല, ഇതെങ്ങനെ ശരിയാവുക? അത് വിലപ്പോവില്ല അഭിലാഷേ, അത് അംഗീകരിക്കാൻ പറ്റില്ല. അതല്ല ഞാൻ ആദ്യം ചോദിച്ചത്. എത്രയോ പ്രൊപ്പഗാൻഡ മൂവികൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു, ഗുജറാത്ത് കലാപവും പക്ഷെ നിങ്ങൾക്കെതിരായ ഒന്നും വരാൻ പാടില്ല എന്ന് ഷടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് നിങ്ങൾക്കും കലാസൃഷ്ടികളാകാമല്ലോ, ആരെങ്കിലും തടഞ്ഞോ? നിങ്ങൾ അല്ല, കലാസൃഷ്ടികൾ, ഞങ്ങൾ ഉണ്ടാക്കുന്ന കലാസൃഷ്ടികളെ നിങ്ങൾക്ക് വിമർശിക്കാമല്ലോ, ആരെങ്കിലും തടയുന്നുണ്ടോ? ഇപ്പൊ കേരള സ്റ്റോറി വന്നു, നിങ്ങൾ വിമർശിച്ചു, വിമർശിച്ചോളൂ, അതിനെന്താ കുഴപ്പം? ആരെങ്കിലും തടയുന്നുണ്ടോ? അതിന്റെ പേരിൽ ആരെങ്കിലും നിലവിളിക്കുന്നുണ്ടോ? നമ്മളെ പോയിന്റ് പറയുകയല്ലേ, ആശയ പ്രചരണമല്ലേ ഇതിന്റെ കൂടെ നടക്കുന്നത്. അപ്പൊ നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ പറയുന്നു. ഇവിടെ എന്താ, ഗുജറാത്ത് ഈ സിനിമ കൃത്യമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. ആ രാഷ്ട്രീയം നിലവിലെ ഹിന്ദുത്വ സംഘടനകൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഞങ്ങളത് കേട്ട് മിണ്ടാതിരിക്കണോ? സ്വാഭാവികമായിട്ടും അതിലെ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇവിടെ എന്താണ്, ഹിന്ദുത്വ സംഘടനകളുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ബാബ ബജരംഗി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ നേതാവ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ ഒരാളുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ ക്രൂരമായ വേട്ട, സ്ത്രീകളെയും കുട്ടികളെയും അടിച്ചു കൊല്ലുന്ന തരത്തിലുള്ള ക്രൂര രംഗങ്ങൾ കാണിക്കുക. 273 ഹിന്ദുക്കളാണ് ഗുജറാത്തിൽ കൊല്ലപ്പെട്ടത്. എന്താ, അവർ സ്വയം വെടിവെച്ച് മരിച്ചതാണോ അഭിലാഷേ? അവരവിടെ കൊല്ലപ്പെട്ടതല്ലേ? ഈ 59 കർഷകരാണ് ഗോദ്രയിൽ കൊല്ലപ്പെട്ടത്. ഗോദ്രയിലെ തീവണ്ടിക്ക് തീവച്ച ആ ആളുകളെ സുപ്രീം കോടതി വരെ എത്തി കേസ്. സുപ്രീം കോടതിയിൽ വരെ ആ കേസിൽ ശിക്ഷിച്ച ആളുകളെ 31 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോ അങ്ങ് സൂചിപ്പിച്ചല്ലോ, ഈ ബാബു ബജ്രംഗിയെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, ഒരൊറ്റ കാര്യം, ഈ ബാബു ബജ്രംഗി എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ യഥാർത്ഥത്തിലുള്ള ബാബു ബജ്രംഗി പറയുന്ന വാചകങ്ങൾ, തെഹൽക്കയുടെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ അറിയാതെ പറഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. സത്യത്തിൽ ഈ സിനിമയിൽ കാണിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. ആയിക്കോട്ടെ, സുപ്രീം കോടതി തന്നെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞില്ലേ? ടീസ്റ്റാസത്തിൽവാദ് വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ അവരുടെ സഹായിയായിട്ട് ബാബു ബജ്രംഗി ക്യാമറയുടെ മുമ്പിൽ പറയുന്ന കാര്യങ്ങളാണ്. തെഹൽക്കയുടെ ക്യാമറയുടെ മുമ്പിൽ ബാബു ബജ്രംഗിയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ ഇരിക്കട്ടെ, അല്ല, ബാബു ബജ്രംഗിയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ അവിടെ നിൽക്കട്ടെ. ഇവിടെ സുപ്രീം കോടതി പരസ്യമായിട്ട് ടീസ്റ്റാ സത്യൽവാദിന്റെ കള്ളത്തരങ്ങൾ, വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ കാര്യങ്ങൾ സുപ്രീം കോടതി അല്ല പറഞ്ഞു സാർ. അല്ല, അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അത് വേണ്ട, നിങ്ങൾ ബാബു ഡിബേറ്റബിൾ ആണ്. പക്ഷേ ശ്രീ ആർ യു ബാബു അങ്ങ് ഉന്നയിച്ചത് ഈ സിനിമയിൽ ഒരു ബാബ ബജ്രംഗി ഉണ്ടെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. ഈ ബാബു ബജ്രംഗി ഒറിജിനൽ ആയിട്ടുള്ള ആളാണ്. അയാൾ പറയുന്ന വാചകങ്ങളുണ്ട്. നിങ്ങൾ മുസ്ലിങ്ങളെ കൊന്നു, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നോ? ആ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഐ എൻജോയ്ഡ് ഇറ്റ്. ഞങ്ങൾ മുസ്ലിം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അതിക്രൂരമായി കൊല്ലുന്നത് ആസ്വദിക്കുകയായിരുന്നു എന്ന് ബാബു ബജ്രംഗി പറയുന്നത് യൂട്യൂബിലുണ്ട് സാർ, യൂട്യൂബിലുണ്ട്, വേണമെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അങ്ങനെ ജീവനോടെ ഉള്ള ഒരാളാണ് അയാൾ. ശരി, അല്ല, എനിക്ക് കാണണ്ടെന്ന്. അല്ല, കാണണം. എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ലാന്ന്. അതേ കാര്യം തന്നെ നമ്മുടെ നാട്ടിൽ, അല്ലല്ല, ഞാൻ പറയട്ടെ സാർ, അതേ സംഭവം തന്നെ ഈ കാര്യത്തിൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഈ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അല്ലല്ല, അപ്പോ നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾ ഗോദ്രയെ കുറിച്ച് മിണ്ടില്ല. 59 കർഷകരെ പച്ചയോടെ ചുട്ടുകൊന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വിഷമമില്ല. അല്ല, അങ്ങനെ പറയരുത്. ആരും ഉണ്ടാകുമായിരുന്നില്ല സാർ. അല്ല, അതിൽ തന്നെ 31 പേരെ കോടതി ശിക്ഷിച്ചു, അവരുടെ ശിക്ഷ ശരിവെച്ചു. അഭിലാഷ്, ഈ മണിക്കൂർ ഒന്നാവാറായി. ഗോദ്രയിൽ നടന്ന കൂട്ടക്കൊലയെ കുറിച്ച് അഭിലാഷ് ഒരക്ഷരം മിണ്ടിയോ? ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരെങ്കിലും പറഞ്ഞോ? ഗോദ്രയിൽ നടന്നതല്ല, എവിടെ നടന്നതും ആളുകളെ ആക്രമിക്കുന്നതും കൊല്ലുന്നതും അപലപനീയമാണ്. ആർക്കാണ് തർക്കം? അങ്ങനെ ഈ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് മതമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവരും ഇരകളാണ്. പക്ഷെ അതിൽ ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സംഗതികളുണ്ട്. റെയിൽവേ നിയോഗിച്ച UC ബാനർജി കമ്മിറ്റി, ഏകാംഗ കമ്മീഷൻ ഒരു അപകടമാണ്. ഈ S6 കോച്ചിനകത്തു നിന്നാണ് തീ പടർന്നത്. ഗുജറാത്ത് സർക്കാരാണ് നാനാവധി കമ്മീഷൻ നിയോഗിച്ചത്, റെയിൽവേ ആണ് ബാനർജി കമ്മിറ്റിയെ നിയോഗിച്ചത്. കാര്യം പറയണ്ട.
റെയിൽവേ നിയോഗിച്ചത് ബാനർജി കമ്മിറ്റിയാണ്. ഗുജറാത്ത് സർക്കാർ നിയോഗിച്ചത് നാനാവതി കമ്മീഷനാണ്. നാനാവതി കമ്മീഷൻ ഇത് ആസൂത്രിതമായ ആക്രമണമാണെന്ന് പറഞ്ഞു. ബാനർജി കമ്മീഷൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഫയറാന്ന് പറഞ്ഞു. ഞാനിപ്പോ ആ കാര്യം തർക്കിക്കുന്നില്ല. കാരണം എത്രയോ മുമ്പ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തിൽ അതാണോ ഒരു കമ്മീഷൻ പറഞ്ഞതാണോ മറ്റേ കമ്മീഷൻ പറഞ്ഞതാണോ ശരി നമ്മൾ തർക്കിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ബാനർജി കമ്മീഷനിലുള്ള വിചാരണ കോടതി എന്ത് പറഞ്ഞു? വിചാരണ കോടതി 31 പേരെ ശിക്ഷിച്ചു. അത് മേൽക്കോടതികൾ ശരിയും വെച്ചു. കൂട്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് സുപ്രീം കോടതിയെ വിശ്വാസമല്ല ഇക്കാര്യത്തിൽ. നിങ്ങൾക്ക് വിചാരണ ഒരു കാര്യം പറയുമ്പോൾ കോടതിയെ വിശ്വാസമില്ല, അവരെ വിശ്വാസമില്ല, ഇവരെ വിശ്വാസമില്ല. നിങ്ങൾക്ക് മത തീവ്രവാദികളുടെ ഒപ്പം നിങ്ങൾക്ക് നിൽക്കണം. ഇല്ല, എല്ലാ മത തീവ്രവാദികൾക്ക് എതിരാണ് ഞാൻ. എല്ലാ മത തീവ്രവാദികൾക്കും എതിരാണെന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഒരു മത തീവ്രവാദവും വിജയിക്കാൻ പാടില്ല. ഒരു ലെവലേശം നിങ്ങൾക്ക് സഹതാപമില്ല, അനുകമ്പയില്ല. നിങ്ങൾ കൊല്ലപ്പെട്ട 59 പേരാണെങ്കിലും അതിനുശേഷം കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് പേരായാലും ഞാൻ ഇവരെ കാണുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടല്ല സാർ, മനുഷ്യരായിട്ടാണ്. ഗോദ്രയിൽ കൊല്ലപ്പെട്ട 59 പേരും അതിനുശേഷം കൊല്ലപ്പെട്ട 1000-ലധികം പേരും മനുഷ്യരെയാണ് വെട്ടിയും കുത്തിയും കത്തിച്ചുമൊക്കെ കാണുന്നത്. അപ്പൊ ഈ ലോകത്ത് ഏത് മനുഷ്യൻ കൊല്ലപ്പെട്ടാലും അതിലെ ആളൽ എന്റെ മനസ്സിലുണ്ടാവും. അതിന് മനുഷ്യത്വം എന്ന് പറയും. അതിപ്പോ ഹിന്ദു കൊല്ലപ്പെട്ടോ മുസ്ലിം കൊല്ലപ്പെട്ടോ എന്ന അടിസ്ഥാനത്തിലല്ല നമ്മളൊരു കൊലപാതകത്തെ കാണേണ്ടത്. നിങ്ങൾ ഗോദ്രയോട് കാണിച്ചിട്ടില്ല സാർ. എല്ലാവരോടും കാണിക്കും, ഗോദ്രയോടും കാണിക്കും. ആ മനുഷ്യത്വം നിങ്ങൾ ഗോദ്രയോട് കാണിച്ചിട്ടില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീ ബാബു പറയുന്നത്? നിങ്ങൾ ഗോദ്രയോട് കാണിച്ചിട്ടില്ല. നാളെ വരെ ചർച്ചയിൽ നിങ്ങൾ ഗോദ്ര ഉയർത്തിയിട്ടില്ല. എന്ത് കാണിച്ചില്ലെന്നാണ് പറയുന്നത്? നിങ്ങൾ കുറ്റക്കാരാണ് അഭിലാഷ്. ഒരു ഏത് കുറ്റക്കാരനാണ്? മനുഷ്യത്വത്തിന്റെ ഒപ്പം നിൽക്കുന്നത് കുറ്റമാണെങ്കിൽ കുറ്റക്കാരനാണെന്ന് ഞാൻ സമ്മതിക്കാം. എനിക്ക് ഒരു തരത്തിലുള്ള മത തീവ്രവാദത്തെയും അനുകൂലിക്കേണ്ട കാര്യമില്ല. BBC ഡോക്യുമെന്ററി ആവട്ടെ, പൃഥ്വിരാജിന്റെ സിനിമയാവട്ടെ, ഏത് കാര്യത്തിലായാലും സോറോസിന്റെ ഫണ്ട് ട്രംപ് പറഞ്ഞ പോലെ ഇവിടുത്തെ കുറെ മാധ്യമ പ്രവർത്തകർക്ക് എതിരെ വരെ ആരോപണമാണ്. 38 മിനിറ്റ് ആയിട്ട് ജോർജ് സോറോസ് എന്താണ് വരാത്തതെന്ന് ഞാൻ ഇനി നിങ്ങൾ പറയും ജോർജ് സോറോസ് ആണ്, അബ്രാം ഖുറേഷിയാണ്, ഇല്ലുമിനാറ്റിയാണെന്നൊക്കെ. നിങ്ങൾക്ക് വിഷമിക്കും, നിങ്ങൾക്ക് പൊള്ളും അഭിലാഷേ. എന്റെ പൊന്നു സാറേ, സോറോസിന്റെ പേര് കേൾക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സകല ഡയറക്ടറേറ്റുകളും കയ്യിലിരിക്കല്ലേ. ഏത് സോറോസിന്റെ ഏത് പണം ആർക്ക് പോയെന്ന് അങ്ങ് അന്വേഷിച്ച് കണ്ടുപിടിച്ചാ പോരെ? ഒരു എല്ലാ അന്വേഷണ ഏജൻസികളും കയ്യിലിരിക്കല്ലേ, അന്വേഷിച്ചൂടെ? അത് കണ്ടുപിടിക്കട്ടെ. ഏത് കാലത്ത് ഇപ്പൊ കണ്ടുപിടിക്കേ? ജോർജ് സോറോസ് തന്നെയല്ലേ പറഞ്ഞ ജോർജ് സോറോസ് ആർക്ക് പൈസ കൊടുത്തിട്ട് കണ്ടുപിടിക്കുന്നത്? ഈ മുകളിലിരിക്കുന്ന ആളുകൾക്ക് എന്താ പണി? കുറെ ഏജൻസികൾ ഉണ്ടല്ലോ, കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കാൻ പറ. എന്തായാലും ജോർജ് സോറോസ് തന്നെ പറഞ്ഞല്ലോ. ജോർജ് സോറോസ് ആത്മീയ നേതാവല്ലേ, അദ്ദേഹം തന്നെ പറഞ്ഞു. നിങ്ങളുടെ ആത്മീയ നേതാവ് ഏതോ അമേരിക്കയിലുള്ള ഒരാളെ ചൂണ്ടി ഇയാളാണ് ഇവർക്കൊക്കെ രാഹുൽ ഗാന്ധി ജോർജ് സോറോസിന്റെ ആള്, പത്രക്കാര് ജോർജ് സോറോസിന്റെ ആള്. നിങ്ങൾ ഹിന്ദുക്കളോട് പക കാണിക്കുകയാണ്. എന്റെ പൊന്ന ആർമി ബാബു, വെറുതെ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. ഇതേ മട്ടിലുള്ള തിയറിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയ്ക്കെതിരെ വരുന്നത്. ഏട്ടനെ രാജു ചതിച്ചതാണ് തുടങ്ങിയ മുഴുവൻ കാവ്യങ്ങൾ ഇത് മട്ടിലാണ്. ഇതിപ്പോ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇതൊക്കെ വായിച്ചിട്ട് കേട്ടിട്ടൊക്കെ ആൾക്കാർ ചിരിക്കില്ലേ സാർ? ചിരിക്കില്ലേ ആളുകൾ? സാമാന്യ ബുദ്ധിയുള്ള ആളുകളല്ലേ ഇത് കേട്ടോണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഈ ആളുകളുടെ ബുദ്ധിശക്തിയെ, സാമാന്യ ബോധത്തെ? ജനങ്ങൾ ഞങ്ങൾ പറഞ്ഞത് ഇതാണ്. ഇത് പണ്ട് ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസൻ എന്തിനാണ് ആളുകൾ ചിരിക്കുന്നത് നിങ്ങളുടെ കാര്യം? ഞങ്ങൾ പറഞ്ഞത് ജനങ്ങൾ ഏറ്റെടുത്തു. ആയിക്കോട്ടെ, ശരിയാവട്ടെ. ശ്രീ ആർഷോ പറഞ്ഞത് ജനങ്ങൾക്ക് ഏറ്റെടുത്തു, അതുകൊണ്ടാണ് സാർ സിനിമയ്ക്ക് കട്ടുവരേണ്ടി വന്നത്. ശരി, ഓക്കെ. ശ്രീ ആർഷോ, നോക്കൂ, ഇതിപ്പോ വളരെ ഗൗരവമുള്ള വിഷയമായി കേരളത്തിൽ വളർന്നു വരികയാണ്. ശരിയാണ്, സിനിമയ്ക്ക് നേരെ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ ആളുകൾക്ക് ഇതിൽ കുറച്ച് ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് തോന്നുന്നത് ഒരു ചില്ലിങ് എഫക്റ്റ് വരുന്നത് കൊണ്ടാണല്ലോ. പൃഥ്വിരാജ് മുതൽ ആന്റണി പെരുമ്പാവൂർ വരെ, അല്ലെങ്കിൽ മോഹൻലാൽ മുതൽ ഗോകുലം ഗോപാലൻ വരെ ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു ഭയത്തിൻ്റെതായ അന്തരീക്ഷം ഉണ്ടാവുന്നു. ആ ഭയത്തിൻ്റെതായ അന്തരീക്ഷത്തിലാണ് വിട്ടുവീഴ്ച ചെയ്യാൻ സിനിമാ മേക്കേഴ്സ് തയ്യാറാവുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റാതിരിക്കുന്നത്? അല്ല, അതിനകത്ത് ഇപ്പോൾ RV ബാബുവിൻ്റെ അഭിപ്രായ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ തോന്നും അഭിലാഷാണ് ഇല്ലുമിനാറ്റി എന്നായിരിക്കും അദ്ദേഹം അടുത്തതായി പറയാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ അതിനു മുൻപ് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് രണ്ട് കാര്യം ഈ RV ബാബുവും രാഹുൽ ഈശ്വറും വന്നിട്ട് ഒരു സംവാദത്തിനകത്ത് ബൗണ്ടറി നിശ്ചയിച്ചിട്ട് ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് മറ്റാരും സംസാരിക്കാൻ വേണ്ടി പാടില്ല എന്ന തിട്ടൂരമൊന്നും ഇറക്കേണ്ടതില്ല. ആ തിട്ടൂരത്തിനനുസരിച്ചൊന്നും കേൾക്കുന്നതിന് വേണ്ടി ഈ നാടിനകത്തുള്ള മനുഷ്യർ തയ്യാറാവില്ല എന്നുള്ള മനസ്സിലായിക്കും. ഇവരെ സംബന്ധിച്ച് ഇവരുടെ പ്രശ്നം ഈ ചർച്ചയുൾപ്പെടെ കാണുന്ന ഘട്ടത്തിൽ ബോധ്യപ്പെടുമല്ലോ എന്താണ് ഇവരെ ഇത്രത്തോളം പ്രകോപിതരാക്കുന്നത് എന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, അത് ഗുജറാത്ത് കലാപവും അതിൻ്റെ ഓർമ്മകളും തന്നെയാണ്. അതിവരെ ഏത് വിധത്തിൽ വേട്ടയാടും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് ഈ കാലയളവിലല്ലേ നമ്മൾ ചർച്ച ചെയ്തല്ലേ
കണ്ടില്ലേ ഈ വിദ്യാർത്ഥികളുടെ അല്ല, ചർച്ച കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഗുണമാണ് സാർ. ഗുജറാത്ത് കലാപവുമായി ഞങ്ങൾക്ക് ഗുണമാണത്. ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് അതിന് വിവരമില്ലാന്ന് മാറ്റുന്നതിന് പറയാൻ വേണ്ടി, പറ്റുമോ? ചരിത്രത്തെ ആ ചർച്ച വരുന്നതൊക്കെ ഞങ്ങൾക്ക് ഗുണമാണ്. അപനിർമ്മിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിക്കും സാറേ. സാറേ അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിക്കും. എപ്പോഴൊക്കെ ചർച്ച വരുന്നു അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിക്കും. അങ്ങയുടെ സമയത്ത് ആയിക്കോട്ടെ. എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ പേടിച്ച് കിടന്ന് പേടിക്കുകയല്ല മോങ്ങുന്നത്? ചെയ്യുന്നേ. എന്നാ നിങ്ങൾ ഞങ്ങൾ ഭയപ്പെടുകയല്ല ചെയ്യുന്നേ. സാർ കിടന്ന് മോങ്ങണത്. ഞങ്ങൾ നിങ്ങൾ കിടന്ന് ഭയപ്പെടുകയല്ല കരയണത് എന്തിനാ? ആർഷോ, നിങ്ങൾ രാഷ്ട്രീയം കരയണത് പഠിക്ക്. എന്തിനാ? പിന്നെ 2-3 ദിവസമല്ല കരച്ചിൽ തുടങ്ങിയിട്ട്. അങ്ങനെയാണ് ഭയപ്പെടാതിരുന്ന് ഭയപ്പെടാതിരുന്ന് എന്റെ അവസരത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മര്യാദ കാണിക്കും. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങല്ലേ? അങ്ങ് കിടന്ന് കരയാതെ ആയിക്കോട്ടെ, അങ്ങ് കിടന്ന് കരയാതെ എന്റെ അവസരത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മര്യാദ കാണിക്കും. അല്ല അഭിലാഷേ, അങ്ങ് ഒന്നുകിൽ ഇടപെടണം. അങ്ങ് ഇടപെടണം. പോലെ സിനിമയിലുണ്ട്. ശരി സിനിമയിലുണ്ട്. അല്ല അദ്ദേഹത്തിന്റെ അവസരത്തിൽ നമ്മൾ ആരും ഒന്നും ഉണ്ടാകും. ശരി, ഓക്കെ ഷിബാബു, അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കൂ. ഗുജറാത്ത് കലാപത്തെ ഇവർ ഭയപ്പെടുന്നുണ്ട്. ഇവർ പറയും അല്ല ഇവരെന്താ പറയുന്നത്? ഇവർ പറഞ്ഞു വരുന്നത് ഗുജറാത്തിൽ അങ്ങനെ ഒരു വംശഹത്യ നടന്നിട്ടില്ല എന്നാണോ? ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണോ? ഇനി അവിടെ അതിക്രൂരമായ ബലാത്സംഗങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതാണോ? ഗർഭിണികളെ ഉൾപ്പെടെ അതിക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടില്ല എന്നുള്ളതാണോ? ആരാധനാലയങ്ങളും വീടുകളും കത്തിച്ച് നശിപ്പിക്കപ്പെടുന്ന നില ഉണ്ടായിട്ടില്ല എന്നാണോ? ഈ പറഞ്ഞ പോലെ കടകൾ കൊള്ളയടിക്കപ്പെടുന്ന നില ഉണ്ടായിട്ടില്ല എന്നാണോ? 2-3 വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ തല നിലത്തടിച്ച് കൊലപ്പെടുത്തുന്ന നിലയില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ? സ്വാഭാവികമായും ഇതെല്ലാം ഈ നാടിന് മുൻപിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അത് ഈ നാടിന്റെ ചരിത്രമാണ്. അത് നിങ്ങൾ മായ്ച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു നാളിൽ മാഞ്ഞു പോകുന്ന ഒന്നല്ല. നിങ്ങൾ എന്താ കരുതിയത്? നിങ്ങളുടെ തിട്ടൂരത്തിന് മുൻപിലെ ഈ നാട്ടിലെ മറ്റു മനുഷ്യരാരും ഇത് വാതുറന്ന് പറയാൻ വേണ്ടി പാടില്ല എന്നാണോ? അതിന് നേതൃത്വം കൊടുത്തത് RSS ആണ്, സംഘപരിവാറാണ് എന്നുള്ളത് ഈ നാട് പറയരുത് എന്നാണോ? അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ മൗനാനുവാദം കൊടുത്ത് എല്ലാ അനുഗ്രഹവും ആശീർവാദവും കൊടുത്തത് നരേന്ദ്രമോദി ഉൾപ്പെടെ അമിത്ഷാ ഉൾപ്പെടെയുള്ള RSSന്റെയും BJPയുടെയും നേതാക്കന്മാരാണ് എന്നുള്ളത് കേരളം അല്ല ഇന്ത്യ ചർച്ച ചെയ്യില്ല എന്നുള്ളതാണോ? തീവ്രവാദികളാണെന്നോ ഇന്ത്യ വിരുദ്ധരാണെന്നോ? അങ്ങനെ ഇന്ത്യ വിരുദ്ധരും മത തീവ്രവാദികളുമാക്കി നിങ്ങൾ ആരെയൊക്കെ കൊണ്ടുപോയി കെട്ടും സാറേ? അങ്ങനെ എത്ര കാലം നിങ്ങൾക്ക് കെട്ടാൻ വേണ്ടി കഴിയും? ഇത് ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള വിമർശനമല്ല, RSSനും സംഘപരിവാരത്തിനെതിരായിട്ടുള്ള വിമർശന അത് ഈ നാട്ടിൽ ഉയർന്നു വരും. നേരത്തെ പറഞ്ഞ പോലെ കേരള ഡയറക്ടറുടെ തന്തയാരെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ ആരും പോയിട്ടില്ല. വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ്. അതായത് കാശ്മീരി പണ്ഡിറ്റുകളാണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഗോദ്രയാണെങ്കിലും ബാബറി മസ്ജിദിന്റെ ധ്വംസനമാണെങ്കിലും നമ്മുടെ ആത്മാവിന്, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ആത്മാവിന് ഏറ്റ മുറിവാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പം ചില പരിധികളും പരിമിതികളും ലിമിറ്റേഷൻസും നമുക്ക് എല്ലാം മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് അമിതമാകുമ്പോൾ അത് റിയാക്ഷൻ ഉണ്ടാക്കുകയേ ചെയ്യും. നരേന്ദ്രമോദിജിയെ കോടതികളടക്കം ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിടുകയും അദ്ദേഹം മുസ്ലിം സമൂഹത്തോട് ഏറ്റവും ആർജവമുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പിന്നീട് ശ്രമിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള ചരിത്ര വസ്തുതയാണ്. അപ്പൊ നമ്മൾ കടത്തി പറയുകയാണെങ്കിൽ മറുവശത്തും തീവ്രത കൂടുകയുള്ളൂ. പകരം അങ്ങനെയല്ല, നമുക്കൊരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ടാകണം. എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന കുറെ പോയിന്റുകൾ ഉണ്ടാകണമെന്ന് തിരിച്ചറിവ് വേണം. ഇനി 2, നമ്മുടെ ബിൽക്കിസ് ബാനുവിന്റെ സ്റ്റോറിയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ബിൽക്കിസ് ബാനുവിന്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വേദനയുള്ള കഥയാണ്. അവരെ റേപ്പ് ചെയ്തു, അവരുടെ കുട്ടിയെ കൊന്നു, അതൊക്കെയാണ് എമ്പുരാന്റെ ആ സീനിൽ പ്രത്യേകമായിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ചില ലിമിറ്റേഷൻസ് അവർക്ക് ആ കാര്യത്തിൽ കാണിക്കായിരുന്നു. 2 ഗോദ്രയും ഗുജറാത്തും ഒരേപോലെ പരാമർശിക്കായിരുന്നു. ഈ ഒരു ബാലൻസിലേക്ക് നമുക്ക് മെച്ചുറായി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നും നമ്മുടെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി ഇരിക്കും. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് രാഷ്ട്രീയം. ഒന്ന്, മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നോക്കുന്ന രാഷ്ട്രീയം. അതാണ് കേരള സ്റ്റോറി അല്ലെങ്കിൽ കാശ്മീർ ഫയൽസ്. അതിനെ യോഗി ആദിത്യനാഥ് 80-20 എന്ന് വിളിക്കും. ഇതിന്റെ മറുഭാഗത്ത് സമാജ്വാദി പാർട്ടി പറയുന്ന 15-85. 15 എന്ന് പറഞ്ഞാൽ ഹിന്ദു സവർണ വിഭാഗം, 85 എന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗങ്ങളും മുസ്ലിങ്ങളും ലിബറലുകളും. ഈ 15-85 ഇതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയം നമുക്ക് വേണ്ടേ? ഒരു ഗാന്ധിയൻ മിഡിൽ ഗ്രൗണ്ട് വേണ്ടേ? എല്ലാവരെയും ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു നിലപാട് തന്നെ നമുക്ക് വേണ്ടേ? ഒരു കയ്യിൽ ഹിന്ദു ഐക്യവും മറുകൈയിൽ ഹിന്ദു മുസ്ലിം ഐക്യവും ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന് ഈ അമിതമായി പറയുന്നതുകൊണ്ട് കാര്യമില്ല. ആ അമിതത്തിന് പകരം മിതമായി എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന വിമർശനമൊക്കെ ആകാം, പക്ഷെ ചില മാന്യതയും മര്യാദയും വേണം. വളരെ ബഹുമാനത്തോടെ പറഞ്ഞോട്ടെ, പ്രമോദ്ജി പറഞ്ഞതുപോലെ അമിതമായി കള്ളം പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതായത് ഇത് കടത്തി പറയുമ്പോൾ, തീവ്രത പറയുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും തീവ്രത ഉണ്ടാകും. നമുക്ക് മിതത്വം വേണം, മോഡറേഷൻ വേണം, സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് വേണം. രാഹുൽ ഈശ്വർ എന്താണ് പറഞ്ഞു വരുന്നത്? പൃഥ്വിരാജ് മിതത്വം കാണിക്കാത്തതാണ് അയാൾ അനുഭവിക്കുന്നത് എന്നാണോ? എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞു എന്ന് പറഞ്ഞില്ല.
ഞാൻ വീണ്ടും കാണും. എനിക്ക് എമ്പുരാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഡേ മുംബൈയിൽ നിന്ന് കണ്ടു, ഇനി വീണ്ടും കാണും. പക്ഷേ ചില കാര്യം ഇപ്പം 17 കട്ട് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ബാലൻസ് ഉണ്ടാകും. ഈ ബാലൻസ് വേണമെന്ന് മാത്രമാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. ശരി, ഇവിടെ ശ്രീ പ്രമോദ് പുഴങ്കര, ഇത് ഒരു ബാലൻസിന്റെ പ്രശ്നമാണോ? ബാലൻസിന്റെ പ്രശ്നം എന്നുള്ളതിലുപരി ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ സംഘപരിവാറിന് അനുകൂലമായ പ്രൊപ്പഗാൻഡ സിനിമകൾ ധാരാളമായി വരുന്നുണ്ട്. അത് ആളുകൾ കാണുന്നതുണ്ട്, കാണാത്തതുണ്ട്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതുണ്ട്, ഉണ്ടാക്കാത്തതുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും മേക്കേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഇനി ഒരാളും ഇതുപോലെ ഒരു സിനിമ എടുക്കാൻ ധൈര്യപ്പെടരുത്, ഒരു പൃഥ്വിരാജും ഇതിനപ്പുറം തുള്ളണ്ട എന്ന് അടിവര ഇടുന്നതാണോ ഇതിൻ്റെ അവസാന രംഗം? തീർച്ചയായും ഈ ചില്ലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. സുപ്രീം കോടതി തന്നെ മീഡിയ വൺ കേസിലടക്കം പലപ്പോഴും പറയുന്നത് ഭരണകൂടം എങ്ങനെ ഈ അതിൻ്റെ രാഷ്ട്രീയ സംഘടനകളും ഭരണകൂടവും എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചില്ലിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മുകളിലുള്ള ആക്രമണത്തിലൂടെ എന്നുള്ളതിൻ്റെ വിധികളടക്കം സുപ്രീം കോടതിയിൽ തന്നെയുണ്ട്. പിന്നെ കോടതിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി വിധികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതോ കോടതി വിധികളിലെ ശരിതെറ്റുകളെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുന്നതോ ഒന്നും ഭരണഘടനാ വിരുദ്ധമോ ജനാധിപത്യ വിരുദ്ധമോ അല്ല. ടീസ്റ്റാ സെതൽവാദിനെ സക്കിയ ജാഫ്രി കൊടുത്ത കേസിൽ എഹ്സാൻ ജാഫ്രി അടക്കമുള്ള നിരവധി പേരെ ചുട്ടുകൊന്ന ഗുൽബർഗ മാസക്കറിന്റെ കേസിൽ അതിൽ കുറ്റവാളികളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സക്കിയ ജാഫ്രി കൊടുത്ത കേസിൽ ടീസ്റ്റാ സെതൽവാദിനെതിരെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ നീതി ന്യായ സംവിധാനത്തിന്റെ കളങ്കമാണ് എന്ന് നമ്മൾ പറയുകയും അതിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിരവധി വിധികൾ സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്നുണ്ട്, കോടതികളിൽ നിന്നുണ്ടാകുന്നുണ്ട്. കാരണം ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ ഒരു ടോട്ടാലിറ്റേറിയൻ റെജീമിന്റെ കീഴിലുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള അതിനനുകൂലമായ വിധികൾ ഉണ്ടാകുന്ന ഒരു സമ്പ്രദായം കോടതികളിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു ജനാധിപത്യ സമരം കോടതിക്കകത്തും പുറത്തും ഉണ്ടാകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ചില്ലിംഗ് എഫക്ട് സമൂഹത്തിൽ മൊത്തമായി ഉണ്ടാക്കുക. നിങ്ങൾ മോദി എന്നൊരു വാക്കെഴുതുമ്പോൾ ഗുജറാത്ത് കലാപം മോദി എന്ന് 2 കൂട്ടിച്ചേർത്ത് എഴുതാൻ നിങ്ങൾ മടിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. NS മാധവന്റെ തിരുത്ത് എന്ന കഥ നമുക്ക് ഓർമ്മയില്ലേ? തർക്കമന്ദിരമെന്ന് ബാബറി മസ്ജിദ് എന്നൊക്കെ പറയുന്ന ഇത് മാറ്റി ഇത് നമ്മൾ പോലും ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ബാലൻസിങ് വേണം. എന്ത് ബാലൻസിങ്, എന്ത് ഒത്തുതീർപ്പ്? മോദി എന്ന് പറയുന്നതിൻ്റെ ഒപ്പം പറയേണ്ട ഒരു വാക്കാണോ ഗാന്ധി എന്നുള്ളത്? ഗാന്ധിയെ കൊന്ന പ്രത്യയശാസ്ത്രത്തിന്റെ കൊടിയും പിടിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദിയുടെയും ഇന്ത്യയിലെ എത്രയോ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുകയും അതിന്റെ ഗുണം ചെലുത്തുകയും വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം വിൽക്കുകയും അത് രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കുണ്ടാക്കുകയും രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്ന RSSും അതിന്റെ കൊലപാതക യന്ത്രങ്ങളും കൂടി മുസ്ലിങ്ങൾക്കെതിരെ നടത്തുന്ന വംശഹത്യ പ്രചരണത്തിന്റെയും വെറുപ്പിന്റെ ആക്രമണത്തിന്റെയും ഫലശ്രുതി കൂടിയാണ് ഈ മോദിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ബാക്കി 2 പേരും കൂടി ആര് പറയുമ്പോഴും ഇവിടുത്തെ BJP സംഘപരിവാർ അനുകൂലികൾ ഷൗട്ട് ഔട്ട് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അത് വേറൊരു കാര്യം. ബാക്കിയുള്ളവരെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. അവരുടെ സമയത്ത് മാത്രം സംസാരിക്കുന്ന ജനാധിപത്യ മര്യാദ അവർക്കറിയില്ല. ഏത് സ്റ്റുഡിയോയിലും ഇതാണ് അവരുടെ പരിപാടി. മറ്റൊന്നുകൂടി പറയാം, ഇതിൽ കൂടുതൽ കാണിച്ചു, ബാലൻസിങ് കാണിച്ചില്ലെന്ന്. ബിൽക്കിസ് ബാനുവിന്റെ കേസിലടക്കം ഇവിടെ നേരത്തെ ആർഷോ പറഞ്ഞതൊക്കെ പോലെ ഈ സിനിമയിലൊന്നും കാണിക്കാൻ വയ്യാത്ത 100 കണക്കിന് 1000 മനുഷ്യരുടെ ജഡങ്ങൾക്കും അവർക്ക് നേരെ കാണിച്ച ക്രൂരതകൾക്കും മുകളിൽ നടന്നതാണ് ഗുജറാത്ത് കലാപം മാത്രമോ? ഈ ഏറ്റവും അടുത്ത് നടന്ന ഡൽഹി കലാപത്തിലടക്കം ആ കലാപത്തിനെതിരെ സംസാരിച്ച ഉമർ ഖാലിദ് അടക്കമുള്ളവരെയാണ് ഇപ്പോൾ തടവിലിട്ടിരിക്കുന്നത്. ഗോലി മാരോ സാലോങ്കോ എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് BJPയുടെ നേതാക്കളാണ്. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ചർച്ചയ്ക്ക് വിളിച്ചു പറയുന്നവർക്കാണ് BJPയിലും സംഘപരിവാറിലും നേതൃസ്ഥാനത്തേക്ക് എത്താൻ കഴിയുക. ഞാൻ പറയുന്നത് ഈ ഒരു ഭീതിയുടെ അന്തരീക്ഷം നമ്മുടെ ചർച്ചകളിലടക്കം നമ്മുടെ പൊതുസമൂഹത്തിലടക്കം ഉണ്ടാക്കുകയും ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് കാണിക്കുകയും ഇതാദ്യത്തെ സംഭവമല്ല. ഇവിടെ ഭാരത് മാതയുടെ ചിത്രം വരച്ച MF ഹുസൈനെ ഈ നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഇന്ത്യയിൽ നിന്നും ഓടിച്ചവരാണ് ഈ RSSകാരും സംഘപരിവാറുകാരും. ഇവിടെ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച്, ഹിന്ദു പുരാണങ്ങളെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച്, മഹാഭാരതത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചർച്ച നടത്തിയോ? അതിൻ്റെ നിരവധി ധാരകളെക്കുറിച്ച് ചർച്ച നടത്താൻ അനുവാദമുണ്ടായിരുന്ന നൂറ്റാണ്ടുകളുടെ ഒടുവിൽ BJPയിലേക്കും ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്കും എത്തി നിൽക്കുമ്പോൾ അവർക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ രാമായണമേ ഉള്ളൂ, വില്ലുകുലച്ച രാമനേ. അതിനപ്പുറത്തേക്ക് ഒരു സംവാദമില്ല, ചിത്രമില്ല, ഒന്നുമില്ല. അതിനെയെല്ലാം അടിച്ചുടയ്ക്കുന്ന സമീപനമാണ് അവരുടേത്. അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഒരു ഒറ്റ വരി കൂടി പറയട്ടെ അഭിലാഷേ, ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ പറഞ്ഞു ബാലൻസിങ്.
ഫാഷിസ്റ്റുകളുമായിട്ടും ഹിന്ദുത്വ രാഷ്ട്രീയമായിട്ടും ഒരു ഒത്തുതീർപ്പുമില്ല, ഒരു ബാലൻസിംഗും ഇല്ല. അതുമായിട്ട് എതിർപ്പ് മാത്രമേ ജനാധിപത്യ രാഷ്ട്രീയത്തിനുള്ളൂ. ശരി, ശ്രീ ആർ വി ബാബു, ഇപ്പോൾ ഈ സിനിമയുടെ മേക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ആരോപിക്കുന്നത് പോലെയുള്ള രാഷ്ട്രീയ ബന്ധമുള്ള ആരാണ് അതിലുള്ളത്? സംഘപരിവാറിന് അസ്പർശ്യതയുള്ള കാലത്ത് നിങ്ങളുടെ വേദിയിലെ സാന്നിധ്യമായിരുന്ന ആളാണ് ഭരത് ഗോപി. ഈ മുരളി ഗോപിയുടെ തന്നെ സിനിമകളിൽ RSSനെ നോർമലൈസ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതായിരുന്നു മുമ്പ് പല സിനിമകളും ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നുള്ള വിമർശനം. അപ്പോൾ മുരളി ഗോപി എഴുതിയിട്ടുള്ള തിരക്കഥയാണ്. അദ്ദേഹം എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും സ്പർശിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഇപ്പോൾ പല ഘട്ടങ്ങളിലും അദ്ദേഹം അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ പോലും പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ആളാണ്. ഇപ്പോൾ കൊറോണയെ നേരിടുന്ന സമയത്ത് പാത്രം കൂട്ടുന്ന കാര്യം മുതൽ ഇപ്പോൾ B-Cityക്കെതിരെയുള്ള ക്യാമ്പയിൻ വരെ നരേന്ദ്രമോദിയുടെ ഒപ്പമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് മോഹൻലാൽ. ആ നിലയ്ക്കുള്ള ഒരു അപ്പീൽ അദ്ദേഹത്തിന് ഉണ്ട് താനും. പിന്നെ പൃഥ്വിരാജും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരും ഒക്കെയാണുള്ളത്. ഗോകുലം ഗോപാലൻ, ഇവരാരും ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആളുകളല്ലല്ലോ. നിങ്ങളൊരു സിനിമ ഇറങ്ങുമ്പോഴേക്ക് ഇവരൊക്കെ ഇത് ആരോടാണ് ഈ യുദ്ധം എന്നുകൂടി ആലോചിക്കേണ്ടത് ശ്രീ ആർ വി ബാബു? വ്യക്തികളോടല്ല സാർ ഈ യുദ്ധം. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സിനിമ കണ്ടിട്ട് ഇട്ടപ്പോൾ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ആ തീമിനോടാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളൂ. ആ തീം കാരണം ഈ സിനിമ ചരിത്രം ചർച്ച ചെയ്യുന്നു. ചരിത്രം ചർച്ച ചെയ്തുകൊണ്ട് ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയായിട്ടല്ല നമ്മൾ പോയി കണ്ടത്. പ്രൊപ്പഗണ്ട സിനിമയാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ആ ദൃഷ്ടിയിൽ അതിനെ കാണാമായിരുന്നു. പക്ഷേ ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയായിട്ട് ആണ് അവതരിപ്പിച്ചത്. അതിൽ കൃത്യമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയത്തിന് ശരവ്യമാകുന്നത് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ആണ് എന്ന ബോധ്യം അത് പരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയമായ വിമർശനം ഞങ്ങൾ നടത്തിയത്. അത് ഒരു തരത്തിലും ഭരണഘടനാ വിരുദ്ധമല്ല, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരല്ല. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസമാണ് ഒമർ അബ്ദുള്ള മറ്റോ പറഞ്ഞത്, ഈ ഇലക്ട്രോണിക് മിഷൻ തങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ മാത്രം ശരിയും എതിരാകുമ്പോൾ വിധി എതിരാകുമ്പോൾ ഇലക്ട്രോണിക് മിഷൻ കുഴപ്പമാണെന്ന് പറയുന്നത് ശരിയല്ലെന്ന് ഒമർ അബ്ദുള്ളയെ പറഞ്ഞേ. അതാണ് ഇപ്പോൾ പ്രമോദ് പുഴങ്കര പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് കോടതി വിധികൾ തങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ കോടതി കോടതി വിധികൾ തങ്ങൾക്കെതിരാകുമ്പോൾ കോടതി ശരിയല്ല എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇതിനൊക്കെ കൂടിയാണ് ജനങ്ങൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാർ. ഇതിനൊക്കെ കൂടിയാണ് ജനങ്ങൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ഒരു ഒത്തുതീർപ്പും വേണ്ട, പക്ഷേ നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കുന്നു പോപ്പുലർ ഫ്രണ്ടുമായിട്ട്. നിങ്ങൾ ഇസ്ലാമിക ഭീകരവാദത്തോട് ഒത്തുതീർപ്പുണ്ടാക്കുന്നു. നിങ്ങൾ ഇസ്ലാമിക ഭീകരവാദികളോടൊപ്പം തോളോട് തോൾ ചേർന്നിട്ട് ഇന്ത്യക്കെതിരായി നിൽക്കുന്നു, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായി നിൽക്കുന്നു. അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിനെ നിങ്ങൾ വർഗീയതെന്നോ അതിനെ നിങ്ങൾ ഫാസിസം എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തോട് ജിഹാദിസത്തോട് സന്ധി ചെയ്തുകൊണ്ട് അവരോടൊപ്പം ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ, ഈ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിനെതിരെ, പൈതൃകത്തിനെതിരെ വന്നാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ അണിനിരക്കുക തന്നെ ചെയ്യും. അല്ല, പൃഥ്വിരാജ് സംശയം വേണ്ട. പൃഥ്വിരാജ് നിങ്ങളോട് നിങ്ങൾക്ക് ഒത്തുതീർപ്പില്ല സാർ. നിങ്ങളുടെ നിലപാട് രാജ്യവിരുദ്ധമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജ്യവിരുദ്ധ ശക്തികളുടെ ചട്ടുകമാണ്. പൃഥ്വിരാജ് ഏത് ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ടാണ് തോൾ ചേർന്ന് നിന്നിട്ടുള്ളത്? ഇപ്പോ എന്തൊക്കെ ആരോപണങ്ങൾ, ജോർദാനിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ കോവിഡിന്റെ സമയത്ത് കുടുങ്ങിപ്പോയതുകൊണ്ട് ISIS ബന്ധമുണ്ട്. കെ ഗണേഷ് യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്തോ ആണ്. IS ബന്ധം വരെ ആരോപിക്കുകയാണ് ഒരാൾ. ഏതായാലും ഹിന്ദു ഐക്യവേദി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഈ പൃഥ്വിരാജ് ബോംബെയിൽ പൃഥ്വിരാജ് എത്രയോ കാലമായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അയാൾ പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, ആക്ടറാണ്, മറ്റു പലതുമാണ്, ബിസിനസ്മാനാണ്. അങ്ങനെ ബോംബെയിൽ ഫ്ലാറ്റ് വാങ്ങിച്ചതിലൊക്കെ ജിഹാദി ഫണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പൊ ഈ വഴിയെ പോകുന്നവരൊക്കെ ജിഹാദി എന്ന് വിളിക്കലാണോ പണി? അല്ല, ആ ജിഹാദിസത്തോട് സന്ധി ചെയ്യുന്ന ആൾക്കാരെ പിന്നെ എന്ത് വിളിക്കണം സാർ? അല്ല, അദ്ദേഹത്തിന് എന്ത് ജിഹാദി ഒരു ക്യാമ്പയിൻ പറഞ്ഞൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ. ആ ലക്ഷദ്വീപില് ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെടാത്ത തരത്തിലുള്ള ചില പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നപ്പോൾ ലക്ഷദ്വീപിലെ ആളുകൾ മുഴുവൻ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് അവർക്കെതിരായിട്ട് കൊണ്ടുവരുന്ന പരിഷ്കരണം എവിടെ എത്തി? എന്നിട്ട് എന്ത് സംഭവിച്ചു ലക്ഷദ്വീപിന്? നിങ്ങൾ കുറെ നരേറ്റീവുകൾ ഉണ്ടാക്കി. ഒരുപാട് സെലിബ്രിറ്റികൾ ആവശ്യപ്പെട്ടു, അക്കൂട്ടത്തിൽ പൃഥ്വിരാജും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ ഒരു ഹാഷ്ടാഗ് ഇട്ടാൽ ഉടനെ അവരൊക്കെ ജിഹാദികളാവും. ആ സാംസ്കാരിക തനിമ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നിങ്ങളുടെ വ്യാജ ആരോപണമായിരുന്നില്ലേ? പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ ഹാഷ്ടാഗ് ഇട്ടാൽ അയാൾ ജിഹാദിയാവുമോ എന്നാണ് എന്റെ ചോദ്യം. അയാൾ ഫ്ലാറ്റ് വാങ്ങിച്ചാൽ പ്രശ്നം, സംഭവിച്ചില്ല. സിനിമ എടുത്താൽ പ്രശ്നം, അങ്ങനെയുണ്ടോ? ഒരാൾ ഫ്ലാറ്റ് വാങ്ങിക്കുന്നു, ഈ സിനിമ ഉണ്ടാക്കിയതിന്റെ നോക്കൂ, ഇപ്പോ
അല്ല, അയാൾ വാങ്ങിയ സിനിമ ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അന്വേഷിച്ചോട്ടെ. അത് പറയുന്ന ആൾക്കാരോട് ചോദിക്കും. എനിക്കറിയില്ല. എനിക്കറിയാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ മറുപടി പറയാൻ പറ്റില്ലല്ലോ. എനിക്കറിയാവുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞ ആളോട് ചോദിക്കുക ഏത് ഫണ്ടാണ് അയാൾക്ക് കിട്ടിയത് എന്നുള്ള നിലയ്ക്ക്. ഏതായാലും ഇത്തരം ഫണ്ട് പലർക്കും കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് പറഞ്ഞത് കൊടുക്കുന്നവര് തന്നെയാണ്. കൊടുക്കുന്നവര് തന്നെയാണ് പറഞ്ഞത് ഇത്തരം ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. BBC-യുടെ ഡോക്യുമെന്ററിയെ കുറിച്ച് എന്തൊരു ആധികാരികമായിട്ടുള്ള പറച്ചിലാണ് അഭിലാഷൊക്കെ പറഞ്ഞത്. BBC എന്തൊരു ഇന്ത്യ അനുകൂല, കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും BBC ഇന്ത്യ അനുകൂലമായ നിലപാടെടുത്ത ഒരു സാധനമാണല്ലോ. ഇപ്പോ BBC-യെ കെട്ടിപ്പുണരുകയാണ്. BBC ചെയ്തെന്താ? ഏകപക്ഷീയമായിട്ടുള്ള ഡോക്യുമെന്ററി. ഞാൻ ചോദിക്കുന്ന മറുപടി പറഞ്ഞില്ല. അനുഭവിക്കേണ്ടി വന്നു. ഇന്ത്യ സർക്കാർ നാളുവരെ, അതായത് കോൺഗ്രസ് 10 വർഷം സാർ പറയുന്നത് കേൾക്കൂ, 10 വർഷക്കാലം UP ഭരിച്ച നാടാണ് ഇന്ത്യ. ആ 10 വർഷക്കാലത്തിലും അപ്പോഴും എപ്പോഴും പറഞ്ഞത് ഗുജറാത്ത് കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ആ മരിച്ചവരുടെ എണ്ണത്തിൽ ഏതായാലും ഒരു കാര്യമുണ്ട്, 273 പേര് ഹിന്ദുക്കളാണെന്ന് ഈ കോൺഗ്രസ് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. അവരെങ്ങനെയാ? അവര് സ്വയം വെട്ടിമരിച്ചതാണോ സാറേ? അല്ല, ഞാനതിനെ മരിച്ചവരെ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ഒന്നും അല്ല, മനുഷ്യരെന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത്. ഇവിടെ ശ്രീ ആർഷോ, ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് മാത്രമല്ല കേട്ടോ, എമ്പുരാനെ കത്തിക്കും ഹനുമാൻ സേനയുടെ പ്രതിഷേധം 30/3/2025 ഞായർ, അതായത് നാളെ അപ്സര തിയേറ്ററിൽ കോഴിക്കോട് നടക്കുകയാണ്. അപ്പോൾ തിയേറ്ററിലേക്ക് തീയും കൊണ്ടുപോവുകയാണ് ആളുകൾ. അവർ കോലം മാത്രം കത്തിച്ചാൽ കുഴപ്പമില്ല, അതൊരു ജനാധിപത്യപരമായ പ്രതിഷേധ രീതിയാണ് എന്ന് പറയാം. അതിനപ്പുറത്ത് കത്തിക്കുമെന്ന് അറിയില്ല. അപ്പോൾ കത്തിക്കാൻ നടക്കുന്ന ആളുകളെയൊക്കെ എങ്ങനെ കത്തിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിടാൻ പറ്റുമോ? പറ്റില്ല എന്ന് മാത്രമല്ല, ഇവർ ഭയം വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തൊരു മനുഷ്യന് അഭിപ്രായം ഇപ്പോൾ ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും രാജ്യത്ത് നടന്ന എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും നിലപാടോ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഇനി ഇവർ പറയാണ് ഇന്ന വിഷയങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി, മറ്റു കാര്യങ്ങളിൽ വിരുദ്ധാഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് തിട്ടൂരം. എന്നിട്ട് ഈ സംഘി വന്നിരുന്നിട്ട് രാജ്യസ്നേഹത്തിന്റെ ചാപ്പയടിക്കുക. ഇയാൾ ആരാ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി? സംഘപരിവാറുകാർ ആരെ ഈ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ആരാ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇന്ത്യ വിരുദ്ധരാര് രാജ്യസ്നേഹികളാര് എന്നുള്ളത്? ഈ രാജ്യത്ത് ഇന്ത്യ വിരുദ്ധതയുടെ ചരിത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് RSSനെ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കിക്കോ. അത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്താണെങ്കിലും ഗാന്ധിവാദത്തിന് നേതൃത്വം കൊടുത്താണെങ്കിലും രാജ്യത്ത് നിലപാട് സ്വീകരിച്ചാണെങ്കിലും വൈവിധ്യമാർന്ന നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയില്ലല്ലോ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾ സംസാരിച്ച രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് തൽക്കാലം ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടോ? ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ട. നമുക്ക് എന്തായാലും ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. ഒറ്റ കാര്യം, ഇപ്പോ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ പുതിയ വേർഷൻ ഇറങ്ങുമെന്നാണ്. അപ്പോൾ പരമാവധി ആളുകൾ ഇന്നും നാളെയായിട്ട് കണ്ടാൽ ഒറിജിനൽ വേർഷൻ കാണാം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സൂപ്പർ പണ്ടേ അവസാനിച്ചു. നമസ്കാരം.